لله رب العالمين صلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين أما بعد. സൂറത്തുൽ കഹ്ഫിലെ 89 വരെയുള്ള ആയത്തുകളാണ് ഇതുവരെ നമ്മൾ തഫ്സീർ പറഞ്ഞത്. അടുത്ത ആയത്ത് 60-ാമത്തെ ആയത്ത് മുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒരു സംഭവമാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഒരുപാട് പാഠങ്ങൾ ഈ സംഭവത്തിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഇദ് ഖാല മൂസ ലിഫതാഹു لا أبرح حتى أبلغ مجمع البحرين أو أمضي حقبا فلما بلغ مجمع بينهما نسيا حوتهما فاتخذ سبيله في البحر سربا وإذ قال موسى لفتاه وإذ قال فرنقول موسى عليه الصلاة والسلام لفتاه തന്റെ ഫതയോട്, ഫത എന്ന ചെറുപ്പക്കാരൻ എന്നാണ് അർത്ഥം. കൂടെ ഒരാളുണ്ടായിരുന്നു ഫത. അദ്ദേഹത്തോട് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞപ്പോൾ എന്താണ് പറഞ്ഞത്? ഹത്ത ലാ അബ്റഹു എന്നാൽ ചില അറബിയിൽ ചില വാക്കുകളുണ്ട്. അതിൽപ്പെട്ട മാ സാല, മാ ബരിഹ, മാ ജാമ തുടങ്ങിയ ചില വാക്കുകൾ. അതിന്റെ പ്രത്യേകത അത് ലാ കൂട്ടി പറഞ്ഞാൽ പോസിറ്റീവായ അർത്ഥമാണ് കിട്ടുക, നെഗറ്റീവ് അർത്ഥം. പറഞ്ഞാൽ ലാ ചേർത്ത് പറഞ്ഞാൽ പൊതുവെ ഇല്ല എന്നുള്ള അർത്ഥമാണ് പൊതുവെ കിട്ടുക. പക്ഷെ ഈ ചില വാക്കുകൾ അതിന് ലാ കൂട്ടിയാൽ നടക്കും, ചെയ്യും എന്നർത്ഥമാണ് കിട്ടുക. അതിൽപ്പെട്ടതാണ് ലാ അബ്റഹു എന്ന് പറഞ്ഞാൽ ഞാൻ തുടരുക തന്നെ ചെയ്യും, ചെയ്യൂലാണ്. ലാ അബ്റഹു ഞാൻ ഇത് തുടരുക തന്നെ ചെയ്യും, അഥവാ ഈ യാത്ര ഞാൻ തുടരുക തന്നെ ചെയ്യും. ഹത്ത അബ്ലുഗ ഞാൻ എത്തുന്നത് വരെ. എവിടെ? മജ്മഅൽ ബഹ്റൈൻ, മജ്മഉൽ ബഹ്റൈനിൽ എത്തുന്നത് വരെ. ബഹ്റൈൻ എന്നാൽ രണ്ട് കടലുകൾ എന്നാണ് അതിനർത്ഥം. രണ്ട് കടലുകൾ. ബഹ്റാനി എന്നത് അത് എന്താണ് നസ്ബ് ചെയ്യുമ്പോൾ അത് ബഹ്റൈനിയാകും. ഇപ്പൊ വലദാൻ രണ്ട് ആൺകുട്ടികൾ, അത് വലദൈനി എന്ന് പറയും ചില സന്ദർഭങ്ങൾ. നഹ്വിൽ ചില സന്ദർഭങ്ങൾ അങ്ങനെ. ബഹ്റൈൻ എന്നാൽ ബഹ്റാൻ, രണ്ട് കടലുകൾ. മജ്മഅൽ ബഹ്റൈൻ, മജ്മഅനോട് കൂട്ടി വന്നപ്പോൾ ബഹ്റൈനായി. രണ്ട് കടലുകൾ ഒരുമിക്കുന്ന സ്ഥലം, ഇതൊരു പ്രത്യേക സ്ഥലമാണ്. മജ്മഅൽ ബഹ്റൈൻ എത്തുന്നത് വരെ രണ്ട് കടലുകൾ കൂടി ചേരുന്ന സ്ഥലമാണിത്. ഏതാണ് സ്ഥലം? അല്ലാഹു അഅലം. മുഫസ്സിറുകൾക്കിടയിൽ പല അഭിപ്രായങ്ങളുണ്ട്. ചിലർ പറഞ്ഞു പേർഷ്യൻ കടലും റോമൻ കടലും രണ്ടും ഒത്തുചേരുന്ന ഒരു സ്ഥലമുണ്ട്. നമ്മളെ കേരളത്തിൽ നിന്ന് അറ്റത്തേക്ക് പോയാൽ 3 കടലുകൾ ഒത്തുചേരുന്ന സ്ഥലമുണ്ട്. എന്നതുപോലെ രണ്ട് കടലുകൾ ഒത്തുചേരുന്ന ഒരു സ്ഥലമാണ്. അവിടെ എത്തുന്നത് വരെ, അല്ലെങ്കിൽ ഞാൻ നീങ്ങുന്നത് വരെ, ഞാൻ കടന്നു പോകുന്നത് വരെ, ഞാൻ യാത്ര ചെയ്യുന്നത് വരെ. ഹുഖ്ബ, ഒരു ഹുഖ്ബ് കടന്നു പോകുന്നത്. ഒരു ഹുഖ്ബ് എന്നാൽ ഏറ്റവും ചുരുങ്ങിയത്, അത് ഹുഖ്ബ് എന്നാൽ അധികം അറബികൾ പ്രയോഗിക്കാറുള്ളത് 80 വർഷത്തിന് ഒരു ഹുഖ്ബ് എന്ന് പറയും. 80 കൊല്ലം യാത്ര ചെയ്താൽ. ചില സന്ദർഭങ്ങളിൽ അവർ 1 കൊല്ലത്തിന് അത് പറയാറുണ്ട്, ചില സന്ദർഭങ്ങളിൽ. അപ്പൊ നീണ്ട കാലം 80 കൊല്ലം യാത്ര ചെയ്യേണ്ടി വന്നാലും ശരി, ഞാനിത് തുടരും. ഒന്നുകിൽ മജ്മഅൽ ബഹ്റൈനിൽ എത്തുന്നത് വരെ, അല്ലെങ്കിൽ ഒരുപാട് കാലം യാത്ര ചെയ്യേണ്ടി വന്നാലും ഇത് ഞാൻ തുടരുക തന്നെ ചെയ്യും എന്ന് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ഫതയോട് പറഞ്ഞു. എന്തിനാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഈ യാത്ര ചെയ്തത്? എന്തായിരുന്നു ഈ സംഭവം? അതായത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അവിടുന്ന് ഒരിക്കൽ അവിടത്തേക്ക് തൗറാത്തൊക്കെ കിട്ടിയതിനു ശേഷം, ഒരുപാട് കാലം കഴിഞ്ഞിട്ടാണ്, മൂസ നബിക്ക് വയസ്സായിരുന്നു. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം തൗറാത്തൊക്കെ കിട്ടിയതിനു ശേഷം ആ മഹാനായ നബി ഒരിക്കൽ ജനങ്ങളോട് പ്രസംഗിക്കുകയുണ്ടായി. ജനങ്ങളോട് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പ്രസംഗിക്കുകയുണ്ടായി. സഹീഹുൽ ബുഖാരിയിൽ കാണാം. ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിന്റെ റിവായത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഒരിക്കൽ ദക്കറ അന്നാസ്, ജനങ്ങളോട് ഉപദേശിച്ചു. ഹത്താ ഇദാ ഫാദത്തിൽ ഉയൂൻ, എത്രത്തോളം അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിപ്പോയി. ഉറക്കത്തിൽ ഖുലൂബ്,
കൽബുകളൊക്കെ ആകെ വളരെ രക്കത്തുള്ളതായി, സൗമ്യമായി. ഇത്രയും നല്ല ഉപദേശം മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ജനങ്ങളോട് പ്രസംഗിച്ചു. വല്ല എന്നിട്ട് തിരിഞ്ഞു. ഫഅദറകഹു റജുൽ. അപ്പോൾ ഒരാൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, ഐ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഹൽ ഫിൽ അർദി അഹദുൻ അഅലമു മിൻക, താങ്കളെക്കാളും ഇൽമുള്ള ആരെങ്കിലും ഈ ലോകത്തിൽ, ഭൂമിയിൽ വേറുണ്ടോ എന്നൊരാൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചോദിച്ചു. ഖാൽ, മൂസ നബി പറഞ്ഞു, ലാ, ഇല്ല. കാരണം അള്ളാഹുവിന്റെ വഹി അത് കിട്ടുന്ന തൗറാത്ത് കിട്ടിയ റസൂലാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം. അപ്പൊ മൂസ നബി ചിന്തിച്ചു നോക്കിയാൽ വേറെ ഒരു അതുപോലെ റസൂൽ വേറെ ഇല്ല. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അഫ്ദലുൽ അംബിയ ബഅദ നബിയിന വബഅദ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞാൽ, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അഫ്ദൽ ആരാണ്? മൂസ നബി, മൂസ അലൈഹി സ്വലാത്തു വസ്സലാം. ഉലുൽ അസ്മിൽപ്പെട്ട 5 നബിമാരുണ്ട്. അള്ളാഹുവിന്റെ റസൂലുകളിൽ തന്നെ ഏറ്റവും പ്രത്യേകതയുള്ളത് 5 നബിമാർക്കാണ്. നൂഹ് അലൈഹി സ്വലാത്തു, നൂഹ്, അതുപോലെ മൂസ, നൂഹ്, ഇബ്രാഹിം, മൂസ, ഈസ, മുഹമ്മദ് അലൈഹിം സ്വലാത്തു വസ്സലാം. കാലം അനുസരിച്ച് പറഞ്ഞാൽ ഇങ്ങനെ, കാലം അനുസരിച്ച് പറഞ്ഞാൽ നൂഹ്, ഇബ്രാഹിം, മൂസ, ഈസ, മുഹമ്മദ് അലൈഹിം സ്വലാത്തു വസ്സലാം. ഇവരിൽ തന്നെ ഏറ്റവും ഫضലുള്ളത് നമ്മുടെ റസൂൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അഫ്ദലുൽ അംബിയ. രണ്ടാമത്തെ ഫضലുള്ളത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനാണ്. മൂന്നാമത്തെ ഫضലുള്ളത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം. പിന്നെ 4ഉം 5ഉം അത് നൂഹാണോ ഈസ അലൈഹി സ്വലാത്തു വസ്സലാമോ അള്ളാഹുവിനാണ് അറിയുക, അള്ളാഹുവിനാണ് അറിയുക. ഇത് വേർതിരിക്കുന്ന, അവരെ തമ്മിൽ ഫضലിൽ വേർതിരിക്കുന്ന തെളിവുകളൊന്നും വന്നിട്ടില്ല. എന്നാൽ ഇത് വ്യക്തമായി തെളിവ് വന്നിട്ടുള്ള കാര്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണ്? ഖലീലുർ റഹ്മാൻ വ കരീമുർ റഹ്മാൻ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകതയാണ്. മുഹമ്മദ് നബി ആരാണ്? ഖലീലുർ റഹ്മാൻ വ കരീമുർ റഹ്മാൻ. അള്ളാഹുവിന്റെ ഖലീലാണ്, അള്ളാഹുവിന്റെ കരീമുമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലാഹ ഖദ് ഇത്തഖദനി ഖലീലൻ കമ ഇത്തഖദ ഇബ്രാഹിമ ഖലീല. അള്ളാഹു ഇബ്രാഹിം നബിയെ ഖലീലാക്കിയതുപോലെ എന്നെയും അള്ളാഹു ഖലീലാക്കി. ഖലീൽ എന്നാൽ ഹബീബിന്റെ അപ്പുറത്താണ്. ഹുബ്ബൻ മഹബ്ബത്ത് എന്നാൽ മഹബ്ബ, എന്നാൽ ഗായത്തുൽ മഹബ്ബ, അങ്ങേയറ്റത്തെ മഹബ്ബത്താണ് ഖുല്ല, അതാണ് ഖലീൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു ഖലീലാക്കി. ഏതുപോലെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഖലീലാക്കി, അതുപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് നേരിട്ട് സംസാരിക്കുകയും ചെയ്തിരിക്കുന്നു. മിഅ്റാജിനെ അള്ളാഹു കൊണ്ടുപോയപ്പോൾ അള്ളാഹുവിനെ കണ്ടിട്ടില്ല, പക്ഷേ സംസാരിച്ചിരിക്കുന്നു. അള്ളാഹുവിനെ ഈ ലോകത്ത് ആരും കണ്ടിട്ടില്ല, സ്വർഗത്തിന് മാത്രമേ കാണൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നൂറുൻ അന്ന അറാ, അള്ളാഹുവിന്റെ ഹിജാബ്, അവന്റെ മൂടിയ ഒരു നൂറാണ്, പ്രകാശമാണ്. അന്ന അറാ, ഞാൻ എങ്ങനെ കാണാനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അള്ളാഹുവിന്റെ കരീമാണ്, അള്ളാഹുവിന്റെ ഖലീലും. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ ഖലീലാണ്. അത്തഖദ അല്ലാഹു ഇബ്രാഹിമ ഖലീല, അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു ഇബ്രാഹിമിനെ ഖലീലാക്കി. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ആകട്ടെ കലീമുല്ലാഹ്, അള്ളാഹുവിനോട് സംസാരിച്ചിട്ടുണ്ട്. ഇന്നി ഇസ്തഫൈതുക ബിരിസാലാതി വബികലാമി. മൂസാ നബിയോട് അള്ളാഹു പറഞ്ഞു, നാം നമ്മുടെ റിസാലത്ത് കൊണ്ടും നമ്മോട് സംസാരിച്ചു എന്നതുകൊണ്ടും താങ്കളെ തെരഞ്ഞെടുത്തിരുന്നു. ഒന്നാമത്തെ ഫضലാക്കാൻ ഖലീലുല്ലാഹി വ കലീമുല്ലാഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമതാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. മൂന്നാമതാണ് കലീമുല്ലാഹ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം. ഇത്രയും ഫضലുള്ള മൂസാ നബി, അള്ളാഹു ഇൽമ് എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിന്റെ വഹയാണ് ഇൽമ്. അപ്പൊ വേറൊരാളെ അങ്ങനെ മൂസാ നബിക്ക് അറിയില്ല ഇതുപോലെ, അതുകൊണ്ട് പറഞ്ഞില്ല. പക്ഷെ അങ്ങനെ പറയരുതായിരുന്നു. അതുകൊണ്ട് ഫഅതബല്ലാഹു അലൈഹി ഇദ് ലം യറുദ്ദൽ ഇൽമ ഇലല്ലാഹ്. എന്തായിരുന്നു പറയേണ്ടിയിരുന്നത്? അല്ലാഹു അലം എന്നായിരുന്നു പറയേണ്ടിയിരുന്നത്. അതുകൊണ്ട് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല വഹി കൊടുത്തു, ഇന്നലി അബ്ദൻ. ഓ മൂസ, താങ്കൾ പറഞ്ഞത് ശരിയല്ല. ഇന്നലി അബ്ദൻ, എനിക്കൊരു അബ്ദുണ്ട്. ബിമജ്മഇൽ ബഹ്റൈൻ, മജ്മഉൽ ബഹ്റൈനിലാണ് ആ അടിമയുള്ളത്. ഹുവ അഅലമു മിൻക, ആ അബ്ദ് താങ്കളെക്കാളും ഇൽമുള്ള ആളാണ് എന്ന് പറഞ്ഞാൽ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുത്ത് ഇല്ലാത്ത ചില ഇൽമ് ആരടുത്തുണ്ട്? ഈ അബ്ദിന്റെ അടുത്തുണ്ട്. ആ അബ്ദിന്റെ അടുത്തില്ലാത്ത ചില ഇൽമ് മൂസാ നബിയുടെ അടുത്തുണ്ട്, സംശയമില്ല. ഫഖാല മൂസ, മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിനോട് പറഞ്ഞു, യാ റബ്ബി,
എന്റെ റബ്ബേ വകൈഫ ലീ ബിഹി, അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഞാൻ എങ്ങനെ പോകും? നോക്കണം, ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ഈ ഹദീസ് കിതാബുൽ ഇൽമിലാണ് ഉദ്ധരിച്ചിട്ടുള്ളത്. കിതാബുൽ ഇൽം ആദ്യം ഈ ഹദീസ് കൊണ്ടുവന്നിട്ടുള്ള അവിടെ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഇൽമിനോട് താല്പര്യം നോക്കൂ. മൂസാ നബി തൗറാത്ത് കിട്ടിയിട്ടുണ്ട്, പക്ഷെ അവിടത്തെക്കാളും ഇൽമുള്ള ഒരാളുണ്ടെന്ന് അറിഞ്ഞപ്പോൾ കാണാൻ പഠിക്കാൻ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം താല്പര്യമായി. അള്ളാഹു പറഞ്ഞു അദ്ദേഹത്തെ കാണണമെങ്കിൽ താങ്കൾ എന്ത് ചെയ്യണം? താങ്കളുടെ കൂടെ എടുക്കണം ഹൂതൻ, ഒരു ഹൂത്തിനെ, മീനാണ്, മത്സ്യം. എന്നിട്ട് അതിനൊരു പാത്രത്തിൽ വെക്കണം. ഇത് യഥാർത്ഥത്തിൽ ചത്ത മീനായിരുന്നു, ജീവനുള്ള മീനല്ല. ചില വിവാഹത്തിൽ കാണാം മംലൂഹ്, ഉപ്പിലിട്ട മീനാണ്, ഉപ്പിട്ട്. എന്നിട്ട് അതൊരു പാത്രത്തിൽ വെക്കുക. എന്നിട്ട് യാത്ര ചെയ്യും. മീനിനെ എവിടെ, മത്സ്യത്തെ എവിടെ നഷ്ടപ്പെട്ടോ അവിടെ താങ്കൾക്ക് അദ്ദേഹത്തെ കാണാം, എന്റെ ആ അബ്ദിനെ, ഇൽമുള്ള അബ്ദിനെ കാണാം. അങ്ങനെ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം അത് ഹൂത്തിനെ എടുത്തു. എന്നിട്ടാണ് യാത്ര. എന്നിട്ട് ഇങ്ങനെ യാത്ര ചെയ്യും. അതാ ഞാൻ നോക്ക്, വൈദ്കാല മൂസാലി ഫറ്റാഹു, യാത്ര ഇങ്ങനെ തുടരും, ഒരുപാട് യാത്ര ചെയ്യും. വൈദ്കാല മൂസാലി ഫറ്റാഹു, മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ഫത്തയോട് പറഞ്ഞു, തന്റെ ഫത്ത, തന്റെ കൂടെ ഉണ്ടായിരുന്ന ആളോട് പറഞ്ഞു. കൂടെ ഉണ്ടായിരുന്ന ആളുടെ പേര് യൂഷ ഇബ്നു നൂൻ എന്നായിരുന്നു. യൂഷ ഇബ്നു നൂൻ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അദ്ദേഹത്തെ അള്ളാഹു പിന്നീട് നബിയാക്കിയത്, അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നീട് അദ്ദേഹത്തെ നബിയാക്കിയതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലുള്ള മൂസാ നബിയുടെ കൂടെ ഉണ്ടായിരുന്ന യൂഷ ഇബ്നു നൂൻ, അതാണ് ആ ഫത്ത, ആ ചെറുപ്പക്കാരൻ. അങ്ങനെ മൂസാ നബി പറഞ്ഞു ഹത്താ ബുലഗ മജ്മഅൽ ബഹ്റൈൻ, മജ്മഅൽ ബഹ്റൈനിൽ എത്തുന്നത് വരെ, അംദി ഹുഖബ, അല്ലെങ്കിൽ ഒരുപാട് കാലം യാത്ര ചെയ്യുന്നത് വരെ നമ്മൾ ഇത് തുടരുക തന്നെ ചെയ്യും. ഫലമ്മാ ബലഗ, അവർ രണ്ടുപേരും എത്തിയപ്പോൾ മജ്മഅ ബൈനിഹിമ, ആ രണ്ടിന്റെയും മജ്മഅൻ, ആ രണ്ട് കടലും ഒത്തുചേരുന്നിടത്ത് അവരെത്തിയപ്പോൾ നസിയ, അവർ രണ്ടുപേരും മറന്നുപോയി ഹൂതഹുമ, അവരുടെ കൂടെ ഉണ്ടായിരുന്ന മത്സ്യത്തെ. ഫത്തഖദ, അത് സ്വീകരിച്ചു, ആ മത്സ്യം സ്വീകരിച്ചു. സബീലഹു, അതിന്റെ മാർഗം സ്വീകരിച്ചു, നടന്നുപോയി, ചാടിപ്പോയി. ഫിൽ ബഹരി, കടലിൽ. സറബൻ എന്ന ഒരു വഴിയിൽ ഇങ്ങനെ പോയി, ഒരു വഴി പോയി. എന്താണ് സംഭവിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു ഫജഅലഹു ബിമിക്തരി, പാത്രത്തിൽ ഈ മത്സ്യത്തെ ആക്കി. ثم وانطلق معه فتاه يوشع ابن نون عليهما السلام, മൂസാ നബിയും യൂഷ ഇബ്നു നൂനും ഈ പാത്രത്തിൽ മത്സ്യത്തെ ആക്കി പുറപ്പെട്ടു. ഹത്താ ഇദാ അതയ സഖറ, അങ്ങനെ ഈ സ്ഥലത്ത്, ഒരു സ്ഥലത്തെത്തി. അവിടെ ഒരു പാറ ഉണ്ടായിരുന്നു, ഒരു പാറ ഉണ്ട്, സഖറ. വദഅ റൂസഹുമാ ഫനാമ, അങ്ങനെ ആ പാത്രത്തിൽ, ആ പാറയിൽ, പാറ അവിടെ തല വെച്ച് അവർ രണ്ടുപേരും ഉറങ്ങി. അങ്ങനെ ചില റിവായത്തുകൾ കാണാം, ആ പാറയുടെ അടിയിൽ ഒരു പ്രത്യേകം ഒരു വെള്ളം ഉണ്ടായിരുന്നു, അവർ കടന്ന ആ പാത്രത്തിന്റെ അടിയിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്നത് ചെയ്യും. ആ വെള്ളത്തിന്റെ പേര് മാഉൽ ഹയാ എന്നായിരുന്നു. മാഉൽ ഹയാ, ഹയാത്തിന്റെ വെള്ളം. ഇത് ഈ മത്സ്യത്തിന്റെ പുറത്ത് തട്ടി, അപ്പൊ ഈ ചത്ത മത്സ്യം ജീവൻ വെച്ചു. എന്നിട്ട് ആ കടലിലേക്ക് ചാടി. അങ്ങനെ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം ഉറങ്ങി, അദ്ദേഹം കൂടെയുള്ള ആൾ ഉറങ്ങിയിരുന്നു. പക്ഷേ ഇദ്ദേഹം ആ സമയത്ത് വീട്ടു. യൂഷ ഇബ്നു നൂൻ ഈ മത്സ്യം ഇങ്ങനെ പോകുന്നത് കണ്ടു. യൂഷ ഇബ്നു നൂൻ മത്സ്യം ഇങ്ങനെ പോകുന്നത് കണ്ടു. പക്ഷെ മൂസാ നബി ഉറങ്ങുകയായിരുന്നു. അതുകൊണ്ട് യൂഷ വിചാരിച്ചു ഉറങ്ങി എണീച്ചിട്ട് പറയാം, ഇപ്പൊ വിളിക്കണ്ട. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം ഉറക്കം എണീറ്റതിന് ശേഷം പറയാം എന്ന് വിചാരിച്ചു. അങ്ങനെ فخرج منه فسقط في البحر واتخذ سبيله في البحر سربا, ഈ മത്സ്യം പോയ വഴിക്കൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഈ വെള്ളം ഈ മത്സ്യം പോയ വഴിയിൽ അള്ളാഹു വെള്ളത്തെ പിടിച്ചു വെച്ചു എന്ന് പറഞ്ഞാൽ ആ വഴി, മീൻ പോയ വഴി വെള്ളം ഉറച്ചു, പാറ പോലെ. മത്സ്യം പോയ വഴി ഇങ്ങനെ നോക്കിയാൽ കാണാം, തുള പോലെ ഇങ്ങനെ കാണാം. ഇത് ഹദീസ് ഉദ്ധരിച്ച ചില താബികൾ ഇങ്ങനെ വിരലുകൊണ്ട് ആക്കി കാണിച്ചു. തുള ഇങ്ങനെ പോയ വഴി കാണാം, വെള്ളം അല്ലാഹുവോടെ നിശ്ചലമാക്കി കാണും, ആ മത്സ്യം പോയ വഴി.
فلما استيقظ എണീറ്റപ്പോൾ نسي صاحبه أن يخبره بالحوت മൂസാ നബി എണീറ്റപ്പോൾ യൂശഅ ഇബ്നു നൂൻ ഇത് പറയാൻ മറന്നുപോയി. നേരത്തെ ഉറക്കണിച്ച പറയാമെന്ന് വിചാരിച്ചത്, പക്ഷെ മൂസാ നബി ഉറക്കമെണീറ്റപ്പോൾ പറയാൻ മറന്നുപോയി. അങ്ങനെ فانطلقا بقية يومهما وليلتهما. അത് പകലാണ് സംഭവിച്ചത്. അന്ന് പകൽ മുഴുവൻ അവർ യാത്ര ചെയ്തു, അന്ന് രാത്രി യാത്ര ചെയ്തു, പിറ്റേന്ന് പകൽ. അതാണ് നമുക്ക് അല്ലാഹു അടുത്ത ആയത്തിൽ പറയുന്നത്. ഫലമ്മാ ജാവസ അവർ രണ്ടുപേരും വിട്ടുകടന്നപ്പോൾ ആ സ്ഥലമൊക്കെ കടന്നുപോയി. ഖാല ലി ഫതാഹു മൂസ അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ഫതയോട് യൂശഅ ഇബ്നു നൂനിനോട് പറഞ്ഞു, ആതിന ഗദാഅന, ആതിന നീ തരൂ, നമുക്ക് തരൂ, ഗദാഅന, ഗദാ ഭക്ഷണം, നമ്മുടെ ഭക്ഷണം നമുക്ക് തരൂ. ലഖദ് ലഖീന തീർച്ചയായും നാം കണ്ടിരിക്കുന്നു, മിൻ സഫരിന ഹാദ നമ്മുടെ ഈ യാത്രയിൽ നസബ ക്ഷീണം കണ്ടിരിക്കും എന്ന് പറഞ്ഞാൽ ക്ഷീണം പിടിച്ചിരിക്കും യാത്ര ചെയ്ത് എന്ന് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഹത്താ ഇദാ കാന മിനൽ ഗദ് പിറ്റേന്നായപ്പോൾ ഖാല മൂസ ലി ഫതാ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ഫതയോട് പറഞ്ഞു, ആതിനാ ഗദാഅന ലഖദ് ലഖീന മിൻ സഫരിനാ ഹാദാ നസബ ഭക്ഷണം എടുക്കൂ, നമ്മൾ യാത്ര ചെയ്ത് ക്ഷീണിച്ചു പോയി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വലം യജിദ് മൂസ നസബ ഹത്താ ജാവസൽ മകാൻ അല്ലദി അമറഹു അല്ലാഹു ബിഹി അല്ലാഹു കൽപ്പിച്ച സ്ഥലം അത് വിട്ടു കടന്നപ്പോഴല്ലാതെ മൂസാക്ക് ക്ഷീണം ഉണ്ടായിട്ടില്ല, അതുവരെ ക്ഷീണം ഉണ്ടായിട്ടില്ല. അല്ലാഹു പറഞ്ഞ ആ സ്ഥലം കടന്നു പോയപ്പോൾ ക്ഷീണമുണ്ടായി. അങ്ങനെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഖാല ലഹു ഫതാ വലം യൻതഹ തന്റെ ഫതാ യൂശഅ ഇബ്നു നൂൻ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞു, ഖാല അറഅയ്ത ഇദ് അവൈനാ ഇല الصخرة ഖാല അറഅയ്ത താങ്കൾ കണ്ടില്ലേ എന്ന് പറഞ്ഞാൽ അറഅയ്ത എന്നതൊരു പ്രയോഗമാണ്. അഖ്ബിർനി എന്നാണ് അതിന്റെ അർത്ഥം. നിങ്ങൾ പറ നമ്മൾ പറയുന്നു, നിങ്ങൾ പറ എന്ന് പറഞ്ഞൊരു കാര്യം അങ്ങോട്ട് തുടങ്ങുക, അതുപോലത്തെ ഒരു വാക്കാണ് ഖാല അറഅയ്ത ഇദ് അവൈനാ ഇല الصخرة ഇദ് അവൈനാ നാം വിശ്രമിച്ചപ്പോൾ, നാം ചെന്നപ്പോൾ. അവ എന്നാൽ സാധാരണ അഭയം തേടി എന്നർത്ഥം. ഇവിടെ അർത്ഥം ആ സ്ഥലത്ത് നമ്മൾ എത്തിയപ്പോൾ. ഇല സഖറത്തി ആ സഖറയിൽ ആ പാറയിൽ നമ്മൾ എത്തിയപ്പോൾ ഫഇന്നി നസീതുൽ ഹൂത് ഫഇന്നി നസീതു ഞാൻ മറന്നുപോയി അൽ ഹൂത ആ മത്സ്യത്തെ. വമാ അൻസാനിഹു എന്നെ മറപ്പിച്ചിട്ടില്ല ഇല്ല ശൈത്താനല്ല അൻ അദ്കുറഹു ഞാനത് ഓർക്കുന്നതിൽ നിന്ന് എന്നെ മറപ്പിച്ചത് ശൈത്താനല്ലാതെ വേറെ ആരുമില്ല. ഈ ആയത്തിൽ തെളിവുണ്ട് ശൈത്താൻ നല്ല കാര്യങ്ങൾ എന്താക്കും, മറപ്പിക്കും. എല്ലാ മറവിയും നമുക്ക് ഷർറല്ല, ചില മറവി നമുക്ക് ഖൈറാൻ. ഇൻസാൻ മഹല്ലുൻ നിസ്യാൻ, ഇൻസാൻ മഹല്ലുൻ നിസ്യാൻ, ഇൻസാൻ നിസ്യാന്റെ ആളാണ്. നിസ്യാൻ മറവി, നിസ്യാന്റെ ആളാണ് ആര്, ഇൻസാൻ മനുഷ്യൻ. അപ്പൊ എല്ലാ മറവിയും ഷർറല്ല, പക്ഷേ ചില മറവി ശൈത്താൻ നമുക്കുണ്ടാക്കും. ചില ഖൈറായ കാര്യങ്ങൾ ശൈത്താൻ മറപ്പിച്ചു കളയും. ഇല്ല ശൈത്താനു അൻ അദ്കുറ ശൈത്താൻ അല്ലാതെ വേറെ ആരുമല്ല എന്നെ അത് മറപ്പിച്ചത്. എന്നിട്ട് ഇദ്ദേഹം പറഞ്ഞു, യൂശഅ ഇബ്നു നൂൻ പറഞ്ഞു, വത്തഖദ സബീലഹു ഫിൽ ബഹരി അജബ വത്തഖദ സബീലഹു ഫിൽ ബഹരി അജബ. നേരത്തെ പറഞ്ഞെന്താണ്, വത്തഖദ സബീലഹു ഫിൽ ബഹരി സറബ. ഇവിടെ വത്തഖദ സബീലഹു ഫിൽ ബഹരി അജബ രണ്ടാണ്. ഒന്ന് മത്സ്യത്തെ കുറിച്ച്, ഇതും മത്സ്യത്തെ കുറിച്ചാണ്. നേരത്തെ അല്ലാഹു പറഞ്ഞു ഫത്തഖദ സബീലഹു മത്സ്യം കടലിൽ എങ്ങനത്തെ വഴിയാണ് പോയത്, സറബായ ഒരു വഴി, കാരണം ഒരു നീളത്തിലൊരു വഴി എന്ന് പോയി. ഇദ്ദേഹം പറഞ്ഞ എന്താണ്, കണ്ട യൂശഅ ഇബ്നു നൂൻ വത്തഖദ സബീലഹു ഫിൽ ബഹരി അജബായ ഒരു വഴി പോയി. എന്ന് പറഞ്ഞാൽ മത്സ്യം പോയത് സറബാണ്, പക്ഷെ ഇദ്ദേഹത്തിനത് അജബാണ്. അതാണ് ഇതിന്റെ ഉദ്ദേശം. അദ്ദേഹം പറയുമ്പോൾ അത് അജബാണെന്ന് പറഞ്ഞു, അള്ളാഹു അത് പോയത് പറഞ്ഞാൽ സറബാണ്. കാരണം ഒരു അജബായ പോക്കാണ് ഇത് പോയത്. അദ്ദേഹത്തിന്റെ കാഴ്ച ഒരു പോയ വഴി പാറ പോലെ ആയി, അതിൽ തുള വരുന്നതുപോലെ പോയ വഴി അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ആക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, യൂശഅ ഇബ്നു നൂൻ പറഞ്ഞു, അറഅയ്ത ഇദ അവൈനാ ഇല الصخرة നിങ്ങൾ പറ നമ്മൾ ആ പാറയിൽ എത്തിയപ്പോൾ എന്താ ഉണ്ടായത്, ഫഇന്നി നസീതുൽ ഹൂത മത്സ്യത്തെ ഞാൻ മറന്നുപോയി, അത് ചാടിപ്പോയി. വമാ അൻസാനിഹു ഇല്ല ശൈത്താനു അൻ അദ്കുറ എന്നത് ഓർക്കുന്നതിൽ നിന്ന് മറപ്പിച്ചത് ശൈത്താൻ അല്ലാതെ മറ്റാരുമല്ല. വത്തഖദ സബീലഹു ഫിൽ ബഹരി അജബ മത്സ്യം കടലിൽ ഒരു അജബായ വഴി പോയി. ഖാൽ ഇദ്ദേഹം പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫകാന ലിൽ ഹൂതി സറബ വലിമൂസ വഫതാഹു അജബ. പോയത് സറബാൻ മൂസാ നബിക്കും ഫതക്കും യൂശഅ ഇബ്നു നൂൻ അജബാൻ പോയ വഴി. ഫഖാൽ
അപ്പോഴാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത് അടുത്ത ആയത്ത് എന്താണ്? ഖാല ദാലിക മാ കുന്നാ നബഗി. ഖാല മൂസ നബി പറഞ്ഞു ദാലിക അതാണ്, മാ കുന്നാ നബഗി എന്താണ് നമ്മൾ ആഗ്രഹിച്ചത്, നമ്മൾ എന്താണ് തേടി വന്നത് അതാണത്. അള്ളാഹു പറഞ്ഞത് മത്സ്യം നഷ്ടപ്പെട്ടാൽ അവിടെ ആളെ കാണാമെന്നാണ്. അതാണ് നമ്മൾ എന്താണ് തേടി വന്നത്, അതാണത്. ഫർതദ്ദാ അലാ ആഥാരിഹിമാ ഖസസാ. ഫർതദ്ദാ ഇർതദ്ദാ തിരിച്ചുപോയി. അതുകൊണ്ടാണ് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയ മുർതദ് എന്ന് പറയുന്നത്. ഇസ്ലാമിൽ നിന്ന് മടങ്ങിപ്പോയി, കാഫിറായി തിരിച്ചുപോയി. ഫർതദ്ദ എന്നാൽ തിരിച്ചുപോയി. അലാ ആഥാരിഹിമ അവരുടെ അസർ എന്നാൽ നടന്ന അടയാളുണ്ടാവുക, കാലടി അസർ. അവരുടെ രണ്ടുപേരുടെയും ആധാറുണ്ട്. ഇത് ഇവർ നടക്കുന്നത് ഒരു കടലിന്റെ തീരത്തൂടെയാണ്. ആ തീരത്തൂടെ ഇവർ വന്ന വഴി അവരുടെ കാലടി പാടുകൾ നോക്കി തിരിച്ചുപോയി. അല ആഥാരിഹിമ ഖസസൻ. ഖസസൻ എന്നാൽ അതിന്റെ പിന്നാലെ പോയി. അതുകൊണ്ടാണ് കഥക്ക് ഖിസ്സ എന്ന് പറയുന്നത്. കാരണം മുമ്പ് നടന്നൊരു സംഭവത്തിന്റെ പിന്നാലെ പോക്കാണ് ഖിസ്സ. ഫർതദ്ദ അലാ ആഥാരിഹിമ ഖസസ അവരുടെ രണ്ടുപേരുടെയും കാലടിപ്പാടുകളുടെ പിന്നാലെ അവർ പോവുകയുണ്ടായി. അങ്ങനെ അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു ഫറജഅ അവർ രണ്ടുപേരും മടങ്ങി യഖുസ്സാനി അതറഹുമ അവരുടെ രണ്ടുപേരുടെയും കാലടികളുടെ പിന്നാലെ ഹത്തൻതഹയാ ഇല സഖറ ആ പാറക്കല്ലിന്റെ അടുത്തേക്ക് അവരെത്തുവോളം പോയി. ഫഇദാ റജുൽ അപ്പോൾ അതാ അവിടെ ഉണ്ടൊരാൾ മുസജ്ജൻ ബിഥൗബിൻ ഒരു വസ്ത്രം പുതച്ചിട്ടാണ് അദ്ദേഹം ഉള്ളത്. ഫസല്ലമ അലൈഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം സലാം പറഞ്ഞു. ഫഖാല ഖദിർ ആരായിരുന്നത്? ഖദിർ അലൈഹി സ്വലാത്തു വസ്സലാം. ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് ഫത്ഹുൽ ബാരിയിൽ അദ്ദേഹം പറഞ്ഞു ഖദിർ എന്ന് വായിക്കാം, അതുപോലെ ഖിദർ എന്ന് വായിക്കാം. നമ്മുടെ നാട്ടിലധികം ഖിദർ എന്നാണ് പറയാറുള്ളത്. അങ്ങനെ പറയാം, ഖദിർ അലൈഹി സ്വലാത്തു വസ്സലാം. ഖദിർ ആണത്. അപ്പൊ ഖദിർ സലാം കേട്ട ഉടനെ സലാം മടക്കി ഖദിർ പറഞ്ഞു അന്ന ബിഅർദിക സലാം ഈ നാട്ടിലൂടെ സലാം. قال موسى عليه الصلاة والسلام أنا موسى يا موسى. قال അപ്പോൾ ഖദിർ ചോദിച്ചു മൂസ ബനി ഇസ്രായേൽ അല്ല മൂസയാണോ? قال نعم. മൂസ പറഞ്ഞു അതെ. എന്തിനാണ് വന്നത്? أتيتك لتعلمني مما علمت رشدا. أتيتك ഞാൻ താങ്കളുടെ അടുത്തേക്ക് വന്നത് ലിതുഅല്ലിമനി താങ്കളെ പഠിപ്പിച്ചു തരാൻ വേണ്ടിയാണ്. മിമ്മ ഉല്ലിംത എന്താണോ താങ്കൾ പഠിപ്പിക്കപ്പെട്ടത്. അള്ളാഹു എന്താണോ താങ്കൾക്ക് പഠിപ്പിച്ചു തന്നത് റുഷ്ദൻ സന്മാർഗത്തിൽ നിന്ന് എന്താണോ പഠിപ്പിച്ചു തന്നത് അതാണ് അള്ളാഹു പറഞ്ഞത്. ഫവജദ അവർ രണ്ടുപേരും കണ്ടു അബ്ദൻ മിൻ ഇബാദിന നമ്മുടെ ഇബാദുകളിൽപ്പെട്ട ഒരു അബ്ദിനെ, നമ്മുടെ അടിമകളിൽപ്പെട്ട ഒരു അടിമയെ. അതാണ് ഖദിർ അലൈഹി സ്വലാത്തു വസ്സലാം. അതൈനാഹു നാം ആ അബ്ദിന് കൊടുത്തിട്ടുണ്ട്, ഖദിറിന് നാം കൊടുത്തിട്ടുണ്ട്. റഹ്മത്തൻ മിൻ ഇൻദിന നമ്മുടെ പക്കൽ നിന്നുള്ള റഹ്മത്ത് കൊടുത്തിട്ടുണ്ട്. വഅല്ലംനാഹു നാം ഖദിറിനെ പഠിപ്പിച്ചിട്ടുണ്ട്. മിൻ ലദുന്നാ ഇൽമ നമ്മിൽ നിന്നുള്ള ഇൽമൻ ഒരു ഇൽമ നാം ഖദിർ അലൈഹി സ്വലാത്തു വസ്സലാമിനെ പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഒരു നബിയായിരുന്നു ഖദിർ അലൈഹി സ്വലാത്തു വസ്സലാം. നബിയാണോ വലിയാണോ എന്ന് രണ്ടഭിപ്രായമുണ്ട്. പക്ഷെ ശരിയായ അഭിപ്രായം നബിയായിരുന്നു. കാരണം അതുകൊണ്ടാണ് അള്ളാഹു നബിയെ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പഠിക്കാൻ അയച്ചത്. രണ്ട്, അദ്ദേഹം അവസാനം പറയുന്നുണ്ട് എന്ത്, ഇതൊന്നും ഞാൻ എന്റെ ഇഷ്ടപ്രകാരം ചെയ്തതാണ്, മറിച്ച് അള്ളാഹുവിന്റെ വഹി അനുസരിച്ച് ചെയ്തതാണ്. അള്ളാഹുവിന്റെ വഹി കിട്ടുന്ന അള്ളാഹുവിന്റെ നബിയായിരുന്നു ഖദിർ അലൈഹി സ്വലാത്തു വസ്സലാം. മുമ്പ് കാലത്ത് ജീവിച്ചിരുന്നു, അദ്ദേഹം മരണപ്പെട്ടു. ചില ഒരഭിപ്രായം അങ്ങനെയുണ്ട്, ഖദിർ ജീവിച്ചിരിക്കുന്നു, ഖിയാമത്ത് നാൾ വരെ ജീവിച്ചിരിപ്പുണ്ടാവും. പക്ഷെ സഹീഹ് ബാക്കിയുള്ള ആളുകളെ പോലെ ഖദിർ മരണപ്പെട്ടു എന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അവിടുന്ന് ഖദിർ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കാണാൻ പോയ സംഭവമാണ് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിൽ പറഞ്ഞ ഈ കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. ആ ഹദീസാണ് നമ്മൾ ഇന്നലെ വായിച്ചത്, അതിന്റെ ബാക്കിയാണ് വായിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഖദിറിനോട് പറഞ്ഞു, അതൈതുക ലിതുഅല്ലിമനി മിമ്മാ ഉല്ലിംത റുഷ്ദ.
ഞാൻ താങ്കളുടെ അടുത്തേക്ക് വന്നത് താങ്കൾക്ക് അള്ളാഹു പഠിപ്പിച്ചു തന്നത് താങ്കൾ എനിക്ക് പഠിപ്പിച്ചു തരണം അത് പറയാനാണ്. അള്ളാഹു പറയുന്നു ഈ സൂറത്തിലെ 66-ാമത്തെ ആയത്തിൽ قال له موسى هل أتبعك على أن تعلمني مما علمت رشدا قال له അവിടുത്തോട് പറഞ്ഞു, അതാ ഖദറിനോട് പറഞ്ഞു മൂസ അലൈഹി സ്വലാത്തു വസ്സലാം, ഹൽ അത്തബിഉക, ഞാൻ താങ്കളെ ഇത്തിബാഅ് ചെയ്യട്ടെയോ, ഞാൻ താങ്കളുടെ കൂടെ വരട്ടെയോ, എന്തിനു വേണ്ടി? അലാ അൻ തുഅല്ലിമനി, താങ്കൾ എനിക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടി, മിമ്മാ ഉല്ലിംത, എന്താണോ താങ്കൾ പഠിപ്പിക്കപ്പെട്ടത്, അഥവാ അള്ളാഹു എന്താണോ താങ്കൾക്ക് പഠിപ്പിച്ചു തന്നത് അതിൽ നിന്ന് താങ്കൾ എനിക്ക് പഠിപ്പിച്ചു തരാൻ. റുഷ്ദൻ എന്നാൽ ഖൈറായ കാര്യം. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു ഈ ചോദ്യത്തെ കുറിച്ച് സുആലും ബിതലത്തുഫ്, നല്ല ലുത്ഫോടെയുള്ള ചോദ്യമാണ്. മൂസാ നബി ചോദിച്ചത് ഞങ്ങളെ കൂടെ വരുന്നുണ്ട് പഠിപ്പിച്ചു തരണം എന്നല്ല. ഖാല ഹൽ അത്തബിഉക അലാ അൻ തുഅല്ലിമനി മിമ്മാ ഉല്ലിംത റുഷ്ദാ, ഞാൻ താങ്കളുടെ കൂടെ വരട്ടെയോ, താങ്കൾക്ക് അള്ളാഹു പഠിപ്പിച്ചു തന്നതിൽ നിന്ന് പഠിപ്പിച്ചു തരാൻ വേണ്ടി. ഇബ്നു കസീർ പറഞ്ഞു സുആലും തലത്തുഫോടെയുള്ള വിനയത്തോടെയുള്ള ചോദ്യമാണ്. ലാ അലാ വജ്ഹിൽ ഇൽസാമി വൽ ഇജ്ബാർ, നിർബന്ധിക്കുന്നത് പോലെ ശല്യപ്പെടുത്തുന്നത് പോലെയുള്ള ചോദ്യമല്ല. വഹാകദാ യൻബഗി അൻ യകൂന സുആലുൽ മുതഅല്ലിമി മിനൽ ആലിം, ഒരു മുതഅല്ലിം ദീൻ പഠിക്കുന്ന ഒരാൾ ഒരു ആലിമിനോട്, ഒരു ഇൽമുള്ള ഒരാൾ ചോദിക്കുമ്പോൾ ഇങ്ങനെ ചോദിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിൽ നമുക്ക് അവന് മാതൃക കാണിച്ചു തന്നിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൂസാ നബി ഇങ്ങനെ ചോദിച്ചു. അപ്പൊ എന്താണ് അവിടുന്ന് പറഞ്ഞത്? قال إنك لن تستطيع معي صبرا. قال ഖദർ പറഞ്ഞു, ഇന്നക താങ്കൾ, ലൻ തസ്തതിഅ താങ്കൾക്ക് ഒരിക്കലും സാധിക്കുകയില്ല, മഅയ എന്റെ കൂടെ സബ്റൻ, എന്റെ കൂടെ സബ്റോടെ നിൽക്കാൻ താങ്കൾക്ക് സാധ്യമല്ല. എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു, മുമ്പ് പറഞ്ഞു, ഖദർ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ നബിയാണ്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ നബിയാണ്. രണ്ടുപേർക്കും അള്ളാഹു രണ്ട് ശരീഅത്ത് കൊടുത്തിട്ടുണ്ട്, രണ്ട് നിയമങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഒരു ശരീഅത്തിലെ നിയമങ്ങൾ വേറെ ശരീഅത്തിൽ വ്യത്യാസം ഉണ്ടാവും. ചില സന്ദർഭങ്ങളിൽ അസ്ൽ വ്യത്യാസം ഉണ്ടാവില്ല. ഇതാണ് അസ്ലുൽ അഖീദ, അതൊരിക്കലും വ്യത്യാസം ഉണ്ടാവില്ല. ആദം അലൈഹി സ്വലാത്തു വസ്സലാം നമ്മൾ എന്ത് പഠിപ്പിച്ചു അതാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നാ മഅശറൽ അൻബിയാഇ അബ്നാഉ അല്ലാത്തിൻ ദീനുനാ വാഹിദ് വഉമ്മഹാതുനാ ശത്താ, ദീനുഹും വാഹിദ് വഉമ്മഹാതുഹും ശത്താ. അല്ലാഹുവിന്റെ നബിമാർ എന്ന് പറഞ്ഞാൽ അബ്നാഉ അല്ലാത്തിൻ, അബ്നാഉ അല്ലാത്ത് എന്നാൽ അല്ലാത്തിന്റെ മക്കൾ, അഥവാ ഒരു ഉപ്പ ഉമ്മമാര് വേറെ, അങ്ങനെയുള്ള മക്കളാണ് അബ്നാഉ അല്ലാത്ത് എന്ന് പറയും. എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു, ദീനുഹും വാഹിദ്, അവരെല്ലാവരുടെയും ദീൻ ഒന്നാണ്. വഉമ്മഹാതുഹും ശത്താ, ഉമ്മമാര് വേറെ വേറെ എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും ശരീഅത്തിന്റെ വിശദാംശങ്ങളിൽ വ്യത്യാസമാണ്. പഴയ കാലത്തെ ആളുകൾക്ക് സലാത്തിന്റെ നിസ്കാരമുണ്ട്, ശമ്പള നിസ്കാരം പോലെയല്ല. അവർക്ക് നോമ്പുണ്ട്, ശമ്പള നോമ്പ് പോലെയല്ല. മൂസ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ഖാല ആയതുക അല്ലാ തുകല്ലിമൻ നാസ്, താങ്കൾക്ക് അള്ളാഹു തരുന്ന ആയത്ത് എന്താണ്? താങ്കൾ 3 വർഷം ജനങ്ങളോട് സംസാരിക്കും. മറിയമിനോട് അള്ളാഹു പറഞ്ഞു ജനങ്ങളോട് സംസാരിക്കും. അവർക്ക് അങ്ങനെ നോമ്പുണ്ടായി, സംസാരിക്കാതിരിക്കുന്ന നോമ്പ്. ഈ ഉമ്മത്തിന് അങ്ങനെ നോമ്പുണ്ടോ? ഇല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ കണ്ടു ഒരാളിങ്ങനെ നിൽക്കുന്നു, വെയിലത്ത് നിൽക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താണ് അയാൾ വെയിലത്തെണീക്കുന്നത്? അപ്പോ ആളുകൾ പറഞ്ഞു അയാൾക്ക് നോമ്പാണ്. എന്താണ് അയാൾ നോമ്പ് പറ്റിയിട്ടുള്ളത്? ഒന്ന്, അയാൾ നിൽക്കും, ഇരിക്കൂല. 2, വെയിൽ കൊള്ളും, തണലത്ത് ഇരിക്കൂല, തണൽ കൊള്ളൂല, വെയിലത്ത് നിൽക്കും. 3, സംസാരിക്കൂല. പിന്നെ ബാക്കി നോക്കൂ, ഭക്ഷണം കഴിക്കൂല, വെള്ളം കൊടുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയാളോട് പറയൂ ഇജ്ലിസ്, ഇരിക്കാൻ, തണലത്തിരിക്കട്ടെ, തകല്ലം, സംസാരിക്കട്ടെ, നോമ്പ് പൂർത്തിയാക്കി. ബാക്കി നോമ്പ് ഭക്ഷണം കഴിക്കാതിരിക്കുക, വെള്ളം കുടിക്കാതിരിക്കുക എന്ന നോമ്പ് പൂർത്തിയാക്കി. കാരണം ഈ ഉമ്മത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെയാണ് നോമ്പ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഉമ്മത്തിന്റെ പ്രത്യേകത ഏറ്റവും എളുപ്പമുള്ള, ഏറ്റവും നല്ല നിയമങ്ങളാണ്
പഴയകാല ഉമ്മത്തിനേക്കാൾ ഏറ്റവും ഖൈറായതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിനെ അറിയിച്ചത്. കാരണം പഴയകാല ഉമ്മത്തുകൾക്ക് അവരുടെ ബഗീ കാരണത്താൽ അള്ളാഹു പലതും ഹറാമാക്കി. അള്ളാഹു തന്നെ പറഞ്ഞിട്ടുണ്ട് വഅലല്ലദീന ആദു ഹറംനാ കുല്ലദീ ഗുഫർ ومن البقر والغنم حرمنا عليهم شحومهما إلا ما حملت ظهورهما أو الحوايا أو ما اختلط بعض ذلك جزيناهم ببغيهم وإنا لصادقون. യഹൂദികൾക്ക് അള്ളാഹു നഖമുള്ള ജീവികളെ ഹറാമാക്കി. അതുപോലെ എന്താണ് കൊഴുപ്പ് അത് ഹറാമാക്കി. ഒരു ജന്തുവിന്റെ തന്നെ അർത്ഥാൽ ചില ഭാഗം ഹലാൽ ചില ഭാഗം ഹറാം. അങ്ങനെ കടുത്ത നിയമങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല യഹൂദികൾക്ക് കൊടുത്തിരുന്നു. എന്താ കാരണം? ദാലിക ജസൈനാഹും ബിബഗി, അവരുടെ ബഗി കാരണത്താൽ, അവരുടെ തോന്നിവാസ കാരണത്താൽ അവരുടെ നിയമങ്ങൾ കടുത്തതായി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിനാണ് അള്ളാഹു ഏറ്റവും ഖൈറായ ഏറ്റവും എളുപ്പമുള്ള ദീൻ തന്നിരിക്കുന്നത്. അത് ഏറ്റവും എളുപ്പമുള്ള ദീനാണ്. അത് പ്രയാസമായി തോന്നുന്നവന് അള്ളാഹു തൗഫീഖ് കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ദീൻ ഏറ്റവും എളുപ്പമാണ്. ചില ആളുകൾക്കാകട്ടെ അവർക്ക് അള്ളാഹുവിന്റെ ദീൻ ഹറാം ഒഴിവാക്കാൻ പ്രയാസമാകുന്നു, അള്ളാഹു നിർബന്ധമാക്കിയ കാര്യം ചെയ്യാൻ പ്രയാസമാകുന്നു. അള്ളാഹു തൗഫീഖില്ല. അതാണ് അള്ളാഹുവിന്റെ ദീൻ വളരെ എളുപ്പമുള്ളതാണ്. അതിന് എളുപ്പമാക്കി തരാൻ അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്യുക. അള്ളാഹു തൗഫീഖ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഖദർ ഇങ്ങനെ പറയാനുള്ള കാരണങ്ങൾ ക്ഷമിച്ചിരിക്കാൻ കഴിയില്ല എന്ന് പറയാനുള്ള കാരണം എന്താണ്? ഇബ്നു കസീർ പറയുന്നു അൻത ലാ തഖ്ദിറു അൻ തുസാഹിബനി ലിമാ തറാനി മിനൽ അഫ്ആൽ അല്ലതി തുഖാലിഫു ശരീഅത. താങ്കളുടെ ശരീഅത്തിന് വിരുദ്ധമായ പലതും എന്റെ പ്രവർത്തനങ്ങളിൽ താങ്കൾക്ക് കാണും, പക്ഷെ ക്ഷമിച്ചിരിക്കാൻ കഴിയില്ല, എതിര് പറയും. അതുകൊണ്ടാണ് ഫകുല്ലു മിന്നാ മുകല്ലഫുൻ ബിഉമൂരിൻ മിനല്ലാഹി ദൂന സാഹിബിഹി. നമ്മൾ രണ്ടുപേരും അള്ളാഹു നമുക്ക് വ്യത്യസ്തമായ കാര്യങ്ങളാണ് ഏൽപ്പിച്ചു തന്നിട്ടുള്ളത്. ഖദർ ചെയ്യുന്നതൊന്നും സ്വന്തം ഇഷ്ടപ്രകാരമല്ല, അള്ളാഹുവിന്റെ വഹി അനുസരിച്ചിട്ടാണ്. അത് താങ്കൾക്ക് ക്ഷമിച്ചിരിക്കാൻ കഴിയില്ല എന്ന് ഖദർ അലൈഹി സ്വലാത്തു വസ്സലാം മൂസാ നബിയോട് പറഞ്ഞതാണ്. എന്ത് പറഞ്ഞത്? ഖാല ഇന്നക ലൻ തസ്തതിഅ മഅയ സബ്റ. ഖാല ഇന്നക ലൻ തസ്തതിഅ മഅയ സബ്റ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, യാ മൂസ, ഖദർ പറഞ്ഞു, ഓ മൂസ, ഇന്നി അലാ ഇൽമിൻ മിൻ ഇൽമില്ലാഹി അല്ലമനി ലാ തഅലമുഹു അൻത. അള്ളാഹു എനിക്ക് പഠിപ്പിച്ചു തന്ന ചില ഇൽം അതാണ് എന്റെ അടുത്തുള്ളത്, അത് താങ്കൾക്ക് അറിയില്ല. ആ ഇൽമ് താങ്കളുടെ അടുത്തില്ല. വഅൻത അലാ ഇൽമിൻ മിൻ ഇൽമില്ലാഹി അല്ലമക അല്ലാഹു ലാ അലമു. താങ്കൾക്ക് അള്ളാഹു പഠിപ്പിച്ച ചില ഇൽമ് താങ്കൾക്കുണ്ട്, അത് എനിക്കും അറിയില്ല. വേറെ ചില വായത്തുകൾ കാണാം, ഖദർ മൂസാ നബി ഇങ്ങനെ ചോദിച്ചപ്പോ പറഞ്ഞു, നിങ്ങൾക്ക് തൗറാത്തില്ലേ, പിന്നെന്തിനാണ് എന്റെ അടുത്തേക്ക് വന്നത്? നിങ്ങൾക്ക് തൗറാത്തുണ്ട്. വേറെ ചില വായത്തിൽ കാണാം, ബനു ഇസ്രായേലടുത്ത് നിങ്ങൾക്ക് ഒരുപാട് പണി ഉണ്ടാവും, ബനു ഇസ്രായേലർ അവരുടെ അടുത്ത് ഒരുപാട് ജോലി നിങ്ങൾക്ക് വേറെ ഉണ്ടാവും, അതുകൊണ്ട് എന്റെ കൂടെ എന്തിനാണ് വരുന്നത് എന്ന് ചോദിച്ചു. എന്നാൽ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഖദർ കൊണ്ട് പറയും, വകൈഫ തസ്ബിറു അലാ മാ ലം തുഹ്ത് ബിഹി ഖുബ്റ. വകൈഫ തസ്ബിർ, താങ്കൾ എങ്ങനെ ക്ഷമിക്കാനാണ്? അലാ മാ ലം തുഹ്ത് ബിഹി ഖുബ്റ, താങ്കൾക്ക് വിവരം വന്നു കിട്ടിയിട്ടില്ലാത്ത കാര്യത്തിൽ. അഹാത്ത യുഹീത്തു എന്ന് പറഞ്ഞ ഒരു കാര്യത്തെ വലയം ചെയ്യും. നന്നായി മനസ്സിലാക്കുക. അലാ മാ ലം തുഹ്ത് ബിഹി ഖുബ്റ, താങ്കൾക്ക് വ്യക്തമായ വിവരം കിട്ടിയിട്ടില്ലാത്ത കാര്യത്തിൽ താങ്കൾക്ക് എങ്ങനെ ക്ഷമിക്കാൻ കഴിയും? എന്താണ് കാരണം? ശരിയാച്ച രണ്ടും അള്ളാഹു ഏൽപ്പിച്ച കാര്യങ്ങൾ രണ്ടും വേറെയാണ്. എന്നാൽ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഖാല സതജിദുനി ഇൻഷാ അല്ലാഹു സാബിറ വലാ അസീ ലക അംറ. ഖാല മൂസാ നബി പറഞ്ഞു, സതജിദുനി, ഇൻഷാ അല്ലാഹ് താങ്കൾ എന്നെ കാണും. സതജിദുനി, താങ്കൾ എന്നെ കാണും. ഇൻഷാ അല്ലാഹു സാബിറ, എങ്ങനെ കാണും? സാബിറ, ക്ഷമയുള്ളവനായി, ക്ഷമിക്കുന്നവനായി താങ്കൾക്ക് എന്നെ കാണാം. കാരണം ഞാൻ ക്ഷമിച്ചോളാം. വലാ അസീ, ഞാൻ ധിക്കരിക്കുകയില്ല. ലക, താങ്കളെ, അംറ, ഒരു കാര്യത്തിലും ഞാൻ താങ്കളെ ധിക്കരിക്കുകയില്ല എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഖാല ലഹുൽ ഖദർ, അപ്പോൾ ഖദർ മൂസാ നബിയോട് പറഞ്ഞു, എന്താണ്? ഖാല ഫഇൻ ഇത്തബഅതനി ഫലാ തസ്അൽനി അൻ ശൈഇൻ ഹത്താ ഉഹ്ദിസ ലക മിൻഹു ദിക്റാ. ഖാല, ഖദർ പറഞ്ഞു, ഫഇൻ ഇത്തബഅതനി, ഇനി താങ്കൾ എന്റെ കൂടെ വരുന്നുണ്ടെങ്കിൽ, എന്റെ പിന്നാലെ വരുന്നുണ്ടെങ്കിൽ, ഫലാ തസ്അൽനി, എന്താണ് കണ്ടീഷൻ? എന്താണ്? ഫലാ തസ്അൽനി, താങ്കൾ എന്നോട് ചോദിക്കരുത്, അൻ ശൈഇൻ, ഒരു കാര്യത്തെ കുറിച്ച്, ഹത്താ ഉഹ്ദിസ, ഞാൻ അങ്ങോട്ട് പറഞ്ഞു തരുന്നത് മുമ്പ്, ഹത്താ ഉഹ്ദിസ, ഞാൻ പറയുന്നതിന് മുമ്പ്, ലക, താങ്കളോട്, മിൻഹു, അതിനെ കുറിച്ച്, ചോദിക്കാൻ പോകുന്ന കാര്യത്തെ കുറിച്ച്, ദിക്റൻ, ഒരു വിവരം എന്ന് പറഞ്ഞാൽ എന്തിൽ നിന്ന് എന്ത് കണ്ടാലും ഇങ്ങോട്ട് ആദ്യം ചോദിക്കരുത്, ഞാനത് പറഞ്ഞൊരു വിഷയമല്ല, അതിനു മുമ്പ് ഇങ്ങോട്ട് ചോദിക്കരുത് എന്ന് ഖദർ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു.
ഇതാണ് അവർ തമ്മിലുണ്ടായ ഷർത്തിനാണ് മുശാറത്ത. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു ഫൻതലഖാ, അവർ രണ്ടുപേരും പുറപ്പെട്ടു. ഹത്താ ഇദാ റകിബാ ഫിസ്സഫീന, അങ്ങനെ ഹത്താ ഇദാ റകിബാ ഫിസ്സഫീന, ഹത്താ ഇദാ റകിബാ അവർ രണ്ടുപേരും കയറി ഫിസ്സഫീന, ഒരു സഫീന, എന്താണ് സഫീന? കപ്പലിൽ കയറി. അല്ലാഹു പറയുന്നു ഖറഖഹാ ഖാല അഖറഖതഹാ ലിതുഗ്രിഖ അഹ്ലഹാ ലഖദ് ജിഇത ശൈഅൻ ഇംറാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്താണ് സംഭവിച്ചത്? ഫൻതലഖ, അവർ രണ്ടുപേരും പുറപ്പെട്ടു. യംശിയാനി അലാ സാഹിലിൽ ബഹർ, ആ കടലിന്റെ തീരത്തുകൂടെ ഇങ്ങനെ നടന്നുപോയി. ഫമറത് സഫീനത്തുൻ, അങ്ങനെ ഒരു കപ്പൽ ഇങ്ങനെ വരുന്നു. ഫകല്ലമൂഹും അയഹ്മിലൂഹും, അങ്ങനെ അവർ സംസാരിച്ചു അവരതിലേക്ക് കയറ്റാൻ എന്ന് പറഞ്ഞാൽ വേറെ ചില വിഭാഗത്തിൽ കാണാം പല കപ്പലും ഉണ്ടായിരുന്നു അവിടെ. പക്ഷെ ഇത് നല്ല ഒരു കപ്പലായിരുന്നു, കൂട്ടത്തിൽ വളരെ നല്ലൊരു കപ്പൽ, കൂട്ടത്തിൽ വളരെ നല്ലത്, അവർ വളരെ വലുതാണെന്നല്ല, പക്ഷെ ഉള്ളത് ചെറുതാണെങ്കിലും നല്ല വൃത്തിയുള്ള പുതിയതുപോലെയുള്ള ഒരു കപ്പൽ. അങ്ങനെ അവർ സംസാരിച്ചപ്പോൾ ഫഅറഫു അൽ ഖദർ, കപ്പലിലെ ആളുകൾക്ക് ഖദറിനെ മനസ്സിലായി. അവർ പറഞ്ഞു അബ്ദുൽ സാലിഹ്, സാലിഹായ അള്ളാന്റെ അടിമയാണല്ലോ ഇത്, നല്ല മനുഷ്യനാണ് എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു ഫഹമലൂഹു ബിഗൈരി നൗലിൻ, ഒന്നും വാങ്ങാതെ, കപ്പലിൽ പോകാനുള്ള ചാർജൊന്നും വാങ്ങാതെ അവർ രണ്ടുപേരെയും കപ്പലിലേക്ക് കയറ്റി. ഫലമ്മാ റകിബാ ഫിസ്സഫീന, അവർ രണ്ടുപേരും കപ്പലിൽ കയറിയപ്പോൾ ലം യഫ്ജ, അധികം വൈകിയില്ല, ഇല്ലാ വൽ ഖദറു ഖദ് ഖലഅ ലൗഹൻ മിൻ അൽവാഹി സഫീനതി ബിൽ ഖുദൂം, ഒരു ആയുധം ഉണ്ടായിരുന്നു. ഖുദൂം എന്ന് പറഞ്ഞാൽ ഈ ഉളി പോലത്തെ ഒരു ആയുധം. അതുകൊണ്ട് ഖദർ അലൈഹി സ്വലാത്തു വസ്സലാം അതിന്റെ ഒരു ഭാഗത്ത് ചെന്ന് കപ്പലിൽ ഒരു പലക ഇറക്കിയിട്ടു, കേടുവരുത്തി. ഫഖാല ലഹു മൂസ, മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ ഷർത്ത് മറന്നുപോയി. മൂസാ നബി പറഞ്ഞു ഖദ് ഹമലൂന ബിഗൈരി നൗൽ, അവരൊന്നും വാങ്ങാതെ നമ്മൾ കയറ്റിയത്. ഫഅമത്ത ഇലാ സഫീനതിഹിം ഫഖറബ്തഹാ ലിതുഗ്രിഖ അഹ്ലഹാ, നിങ്ങൾ ഈ കപ്പൽ കേടുവരുത്തി, അതിന്റെ ആളുകൾ മുങ്ങിപ്പോകാൻ വേണ്ടി കേടുവരുത്തി, ആളുകൾ മുങ്ങിപ്പോവില്ല. ലഖദ് ജിഇത ശൈഅൻ ഇംറാ, താങ്കൾ വളരെ മോശമായ ഒരു കാര്യമാണ് ചെയ്തിട്ടുള്ളത്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ഫൻതലഖാ, അവർ രണ്ടുപേരും യാത്ര പോയി. ഹത്താ ഇദാ റകിബാ ഫിസ്സഫീന, അങ്ങനെ അവർ രണ്ടുപേരും ഒരു കപ്പലിൽ കയറി. ഖറഖഹ, ഖദർ എന്ത് ചെയ്തു? ഖറഖഹ, അത് കേടുവരുത്തി, കപ്പൽ കേടുവരുത്തി, അതിന്റെ ഒരു ഭാഗം കേടുവരുത്തി. ഖാല, മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു അഖറഖതഹ, താങ്കൾ കേടുവരുത്തിയോ? ലിതുഗ്രിഖ അഹ്ലഹ, അതിന്റെ ആളുകൾ മുങ്ങിപ്പോകുവാൻ വേണ്ടി. അവിടെ ലാം എന്ന് പറഞ്ഞാൽ ലാം തഅലീലല്ല, മറിച്ച് ആ ലാമിന് പറയും എന്താണ്? ലാം ലാം അൽ ആഖിബ, ലാം അൽ ആഖിബ, ലാം തഅലീൽ, ലാം അൽ ആഖിബ, രണ്ടെണ്ണം. ഒന്ന് ഒരു ലാം എന്ന് പറഞ്ഞാൽ ഒരു കാര്യം നടക്കാൻ കാരണം എന്നതിന് പറയും. അതായത് ലിതുഗ്രിഖ അഹ്ലഹ, അതിന്റെ ആളുകൾ മുങ്ങാൻ വേണ്ടി നിങ്ങൾ ഇത് കേടുവരുത്തിയോ, അങ്ങനെയല്ല ഇവിടെ അർത്ഥം. മറിച്ച് ലാമുൽ ആഖിബ എന്ന് പറഞ്ഞാൽ കേടുവരുത്തിയാൽ അതിന്റെ ഫലം എന്താണ്? ആളുകൾ മുങ്ങുമെന്നതാണ് പിന്നീട്, അതാണ് ഫലം. ആ ലാമ് ചില ഹദീസുകളിൽ വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു ഏതെങ്കിലും ഒരു പെണ്ണ് സുഗന്ധം ധരിച്ച് പുറത്തേക്കിറങ്ങി, എന്തിനു വേണ്ടി? ലിയജിദന്നാസു റീഹഹ ഔ കമാ ഖാല, ജനങ്ങൾക്ക് അവരുടെ മണം കിട്ടാൻ എന്ന് ചില ആളുകൾ അതിന് അർത്ഥം പറയാൻ. യഥാർത്ഥത്തിൽ അങ്ങനല്ല. അവിടെ ലാം എന്ന് പറഞ്ഞാൽ ആഖിബാണ്. അവിടെ ലാമുൽ ആഖിബ എന്ന് പറഞ്ഞാൽ ഇവള് സുഗന്ധം ധരിച്ച് പുറത്തേക്ക് ഇറങ്ങിയാൽ അവൾ ഉദ്ദേശിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി ജനങ്ങൾക്ക് അതിന്റെ വലിയ സുഗന്ധം ഉണ്ടാവും. ഉദ്ദേശിച്ചാലും ഇല്ലെങ്കിലും ശരി അത് ഹറാമാണ്. ആളുകൾക്ക് അവളുടെ സുഗന്ധം കിട്ടാൻ വേണ്ടി ആളുകൾക്ക് തന്നെ നന്നായി നല്ല മണത്തോട്ടെ എന്ന് വിചാരിച്ചിട്ടല്ല ഒരു പെണ്ണ് സുഗന്ധം പുരട്ടിയതെങ്കിലും പാടില്ല, ഹറാമാണ്. അത് ആഖിബത്താണ്, എന്തായാലും ഞങ്ങൾക്ക് അതുണ്ടാവും. അങ്ങനെയല്ല, രണ്ടു രൂപത്തിൽ ലാം ഉപയോഗിക്കാം. ലിതുഗ്രിഖ അഹ്ലഹ, ആളുകൾ മുങ്ങി മരിക്കുമല്ലോ ഇങ്ങനെ ചെയ്താൽ. ഖാല അഖറഖതഹ ലിതുഗ്രിഖ അഹ്ലഹ ലഖദ് ജിഇത ശൈഅൻ ഇംറാ, ലഖദ് ജിഇത ശൈഅൻ ഇംറാ, നിങ്ങൾ ഇംറൻ ആയ ഒരു കാര്യമാണ് ചെയ്തിട്ടുള്ളത്. ഇംറൻ എന്നാൽ മുൻകറ, മോശമായ ഒരു കാര്യമാണ് ചെയ്തിട്ടുള്ളത് എന്ന് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഖദറിനോട് പറഞ്ഞു. അപ്പൊ ഖദർ പറഞ്ഞു ഖാല അലം അഖുൽ, ഖാല മൂസ പറഞ്ഞു, ഖദർ പറഞ്ഞു അലം അഖുൽ, ഞാൻ പറഞ്ഞിട്ടില്ലേ, ഇന്നക, താങ്കൾ ലൻ തസ്തതിഅ, താങ്കൾക്ക് ഒരിക്കലും സാധിക്കുകയില്ല, മഅ, എന്റെ കൂടെ, സബ്റ, സബ്റോടെ നിൽക്കാൻ സാധിക്കില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ. ഖാല അലം അഖുൽ
ഇന്നക ലൻ തസ്തതിഅ സബ്റ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് ഓതി. അടുത്ത ആയത്ത് എന്താണ്? മൂസാ നബി പറഞ്ഞു, മൂസാ നബി പറഞ്ഞു, ലാ തുആഖിദ്നി ആഖദ യുആഖിദ് എന്ന് പറഞ്ഞാൽ ശിക്ഷിക്കൽ. ലാ തുആഖിദ്നി, നിങ്ങൾ എന്നെ ശിക്ഷിക്കരുത്, അഥവാ നിങ്ങൾ എന്നെ പിടികൂടരുത്. ബിമാ നസീതു, ഞാൻ മറന്നുപോയതിന്റെ പേര്, ഞാൻ മറന്നിട്ട് ചോദിച്ചു പോയതാണ്, ഓർമ്മയില്ലാതെ ചോദിച്ചു പോയതാണ്, അതിന് നിങ്ങൾ എന്നെ ശിക്ഷിക്കരുത്, അഥവാ എന്നെ ഒഴിവാക്കരുത്. വലാ തുർഹിഖ്നി മിൻ അംരി ഉസ്റ, വലാ തുർഹിഖ്നി, നിങ്ങൾ എന്നെ നിങ്ങൾ തള്ളരുത്, മിൻ അംരി, എന്റെ കാര്യത്തിൽ ഉസ്റ എന്നാൽ പ്രയാസത്തിലേക്ക് നിങ്ങൾ എന്നെ തള്ളരുത്, എന്നെ പ്രയാസപ്പെടുത്തരുത്. ഞാൻ മറന്നുപോയ കാര്യത്തിന് നിങ്ങൾ എന്നെ പിടിക്കരുത്, എന്നെ പ്രയാസപ്പെടുത്തരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് ഓതി പറയുന്നു, വഇൻ റഅയ്തു മാ യുഖാലിഫുനി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് ഓതി പറഞ്ഞു, എന്താണ്? فانطلقا يمشيان على ساحل البحر وقال رسول الله صلى الله عليه وسلم كانت الأولى من موسى نسيان عاد موسى عليه الصلاة والسلام مرض جويسلا قال رسول الله പറഞ്ഞു وجاء അങ്ങനെ അവരാ കപ്പലിലിരിക്കെ وجاء عصفور ഒരു ചെറിയ കുരുവി വന്നു فنزل على حرف السفينة അത് കപ്പലിന്റെ വെള്ളത്തിനോട് അടുത്ത ഭാഗത്ത് വന്ന് അതിന്റെ അറ്റത്തിരുന്നു. فنقر في البحر نقرة, എന്നിട്ട് കടലിൽ അതൊരു കൊത്തു കുത്തി, ചെറിയൊരു കുരുവി അത് കപ്പലിന്റെ അറ്റത്ത് വന്നിരുന്നു, കടലിൽ ഒരു കൊത്തിങ്ങനെ കൊത്തു. അവനക്കറത്തേന് അല്ലെങ്കിൽ രണ്ടു കൊത്ത്. فقال له الخضر, അപ്പോ ഖദർ അലൈഹി സ്വലാത്തു വസ്സലാം മൂസാ നബിയോട് പറഞ്ഞു, ما علمي وعلمك في علم الله إلا مثل ما نقص هذا العصفور من هذا البحر. രണ്ട് കടലും ചേരുന്ന ഒരു സ്ഥലമാണ് അത്, നമ്മൾ പറഞ്ഞല്ലോ മജ്മഉൽ ബഹ്റൈൻ എന്ന് പറഞ്ഞാൽ. ചില മുഫസ്സിറുകൾ പറഞ്ഞിട്ടുണ്ട് ലോകത്തെ കടലുകളിൽ ഏറ്റവും വെള്ളമുള്ള ഒരു ഏരിയ ആയിരുന്നു അതെന്നാണ്. അവിടെ വെച്ച് ഈ കുരുവി ഒരു കൊത്തുകുത്തു. ഇപ്പോ ഖദർ അലൈഹി സ്വലാത്തു വസ്സലാം മൂസാ നബിയോട് പറയും, മാ ഇൽമി വ ഇൽമുക, ഓ മൂസ എന്റെയും താങ്കളുടെയും ഇൽം. വേറെ ചില റിവായത്തിൽ ഭൂമിയിലുള്ള മുഴുവൻ ആളുകളുടെയും ഇൽം, എല്ലാ പടപ്പുകളുടെയും ഇൽം. ഇത് അള്ളാഹുവിന്റെ ഇൽമിനെ തട്ടിച്ചു നോക്കിയാൽ ഏതുപോലെയാണ്? ഇല്ലാ മിസ്ല മാ നഖസ ഹാദൽ ഉസ്ഫൂർ മിൻ ഹാദൽ ബഹർ. ഈ കുരുവി അവരുടെ കൊക്കിലെത്ര വെള്ളം പറ്റിയിട്ടുണ്ടാവും കടലിൽ നിന്ന് എന്നതുപോലെയാണ് അള്ളാഹിന്റെ ഇൽമും നമ്മുടെ രണ്ടുപേരുടെ ഇൽമും, ലോകത്തിലെ മുഴുവൻ ആളുകളുടെ അള്ളാഹിന്റെ പടപ്പുകളുടെ മുഴുവൻ ഇൽമും തമ്മിലുള്ള വ്യത്യാസം. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിന്റെ ഇൽം അത്രയും വിശാലമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഇൻദഹു മഫാതിഹുൽ ഗൈബി ലാ യഅലമുഹാ ഇല്ലാ ഹു ويعلم ما في البر والبحر وما تسقط من ورقة إلا يعلمها ولا حبة في ظلمات الأرض ولا رطب ولا يابس إلا في كتاب مبين وعنده مفاتيح الغيب. الله لكينا غيب لتعقولك أدرشت لتعقولك لا يعلمها إلا هو أبنا الله أدريك إلا ويعلم ما في البر والبحر കടലിലും കരയിലും ഉള്ളത് റബ്ബ് അറിയുന്നു. എത്ര മണൽത്തരികളുണ്ട് ഭൂമിയിൽ റബ്ബിനറിയാം. കടലിൽ എത്ര നുരകളുണ്ട് റബ്ബിനറിയാം. വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ, ഒരില പോലും വീഴുന്നില്ല റബ്ബ് അറിഞ്ഞിട്ടില്ല. വല ഹബ്ബത്തിൻ ഫി ദുലുമാത്തിൽ അർദ്, ഭൂമിയിലെ ഇരുട്ടുകളിലുള്ള ഒരു ഹബ്ബ, ഒരു മണിയാണെങ്കിലും ഒരു ധാന്യമണിയാണെങ്കിലും റബ്ബ് അറിയുന്നു. വല റത്ബിൻ വല യാബിസിൻ, ഉണങ്ങിയതോ പച്ചയായ എന്തുമാകട്ടെ, ഇല്ലാ ഫി കിതാബിൻ മുബീൻ, റബ്ബിന്റെ വ്യക്തമായ ഒരു കിതാബിൽ ഇല്ലാതെ പോയിട്ടില്ല. അത്രയും വിശാലമാണ് റബ്ബിന്റെ ഇൽം. യഅലമു ഖായിനത്തൽ അയുൻ വമാ തുഖ്ഫി സുദൂർ, കണ്ണുകൾ കട്ടുനോക്കുന്നത് റബ്ബ് അറിയുന്നു. വമാ തുഖ്ഫി സുദൂർ, കൽബുകളിൽ മറച്ചു വെച്ചത് റബ്ബ് സുബ്ഹാനഹു വ തആല അറിയുന്നു. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഖദർ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൂടെ യാത്ര പോയ സംഗതിയാണ് നമ്മൾ പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫൻതലഖാ, കപ്പലിൽ യാത്ര ചെയ്ത് കപ്പലിൽ ഉണ്ടായ സംഭവങ്ങൾ പറഞ്ഞു. അതിനുശേഷം ഫൻതലഖാ ഹത്താ ഇദാ ലഖിയ ഗുലാമൻ ഫഖതല قال أقتلت نفسا زكية بغير نفس لقد جئت شيئا نكرا
قال ألم أقل لك إنك لن تستطيع معي صبرا قال إن سألتك عن شيء بعدها فلا تصاحبني قد بلغت من لدني عذرا. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫന്തലഖ, അവർ രണ്ടുപേരും വീണ്ടും പുറപ്പെട്ടു, നീങ്ങി. ഹത്താ, ഏതുവരെ, ഇദാ ലഖിയ, അവർ രണ്ടുപേരും കണ്ടു, ഗുലാമൻ, ഒരു കുട്ടിയെ, ഒരു ആൺകുട്ടിയെ, ഫഖതലഹു, അപ്പോൾ അദ്ദേഹം ആ കുട്ടിയെ കൊന്നുകളഞ്ഞു. ഖദർ അലൈഹിസ്സലാത്തു വസ്സലാം ചെറിയ കുട്ടിയെ കൊന്നുകളഞ്ഞു. قال, മൂസാ നബി ചോദിച്ചു, അഖതൽത നഫ്സൻ സകിയതൻ ബിഗൈരി നഫ്സിൻ ലഖദ് ജിഅത ശൈഅൻ നുക്റ. ഖതൽത, നിങ്ങൾ കൊന്നുകളഞ്ഞു, നഫ്സൻ സകിയതൻ, ഒരു സകിയത്തായ നഫ്സിനെ, സകിയ എന്ന പരിശുദ്ധമായ ഒരു നഫ്സിനെ, ഒരാളെ നിങ്ങൾ കൊന്നു. ബിഗൈരി നഫ്സിൻ, വേറൊരു നഫ്സിന് പകരമല്ലാതെ, ഒരാളെ കൊന്നതിന് പകരമല്ല കൊന്നിട്ടുള്ളത്, പരിശുദ്ധമായ ഒരു നഫ്സിനെ കുട്ടിയെ കൊന്നിരിക്കും. ലഖദ് ജിഅത, താങ്കൾ കൊണ്ടുവന്നിരിക്കുന്നു, താങ്കൾ ചെയ്തിരിക്കുന്നു, ഷൈഅൻ നുക്റ, താങ്കൾ എത്തിയിട്ടുള്ളത് ഷൈഅൻ നുക്റ, വളരെ മോശമായ ഒരു കാര്യത്തിനാണ് താങ്കൾ എത്തിയിട്ടുള്ളത്, താങ്കൾ ചെയ്തിട്ടുള്ളത്. ഖാല, ഖദർ ചോദിച്ചു, ഖദർ പറഞ്ഞു, അലം അഖുൽ ലക, അലം അഖുൽ, ഞാൻ പറഞ്ഞിട്ടില്ലേ, ലക, താങ്കളോട്, ഇന്നക, താങ്കൾ, ലൻ തസ്തതിഅ, ഒരിക്കലും സാധിക്കുകയില്ല, മഅി, എന്റെ കൂടെ, സബ്റോടെ നിൽക്കാൻ സാധിക്കുകയില്ല. തൊട്ടു മുമ്പ് കപ്പലിന് കേടുവരുത്തിയപ്പോ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചല്ലോ. അപ്പോ ഖദർ എന്താ ചോദിച്ചത്? ഖാല അലം അഖുൽ ഇന്നക ലൻ തസ്തതിഅ മഅി സബ്റ. കുട്ടിയെ കൊന്നപ്പോ ചോദ്യം ചെയ്തപ്പോ ഖദർ പറഞ്ഞു, ഖാല അലം അഖുൽ ലക ഇന്നക ലൻ തസ്തതിഅ മഅി സബ്റ. നേരത്തെ ചോദിച്ചത്, താങ്കളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്റെ കൂടെ സബറോടെ നിൽക്കാൻ കഴിയില്ല എന്ന്. രണ്ടാമത് ചോദിച്ചപ്പോ എന്താ, അലം അഖുൽ ലക, ഞങ്ങളോട് പറഞ്ഞിട്ടില്ലേ, ഇന്നക ലൻ തസ്തതിഅ മഅി സബ്റ, എന്റെ കൂടെ ക്ഷമിച്ചിരിക്കാൻ കഴിയില്ല. സുഫ്യാൻ ഇബ്നു ഉയൈന റഹിമഹുല്ലാഹ്, താബിഈകളിൽപ്പെട്ട മഹാനാണ്, അദ്ദേഹം പറഞ്ഞു, ആക്കദ്, ഇത് കുറച്ചുകൂടി കടുത്ത മറുപടിയാണ്. നേരത്തെ പറഞ്ഞതിലൊരു ലക്കയില്ല, ഇതൊരു ലക്കുണ്ട്. നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്റെ കൂടെ സബറോടെ നിൽക്കാൻ കഴിയുകയില്ല. ഈ ആയത്തിന്റെ ഒരു പ്രത്യേകത, ഖുർആനിലെ ഒറ്റ നടുവിലായത്താണ്, പരിശുദ്ധ ഖുർആനിലെ ഒറ്റ നടുവിലായത്താണ്. ഖാല അലം അഖുൽ ലക ഇന്നക ലൻ തസ്തതിഅ മഅയ സബ്റ. ഖുർആൻ 30 ജുസാണ്. 30 ജുസയിൽ 16ാമത്തെ ജുസയിൽ 1ാമത്തെ ആയത്താണ്. ഖാല അലം അഖുൽ ലക ഇന്നക ലൻ തസ്തതിഅ മഅയ സബ്റ. അപ്പൊ ഒരാൾ ഖുർആൻ തുടക്കം മുതൽ ഇങ്ങനെ ഓതി വന്ന് പകുതിയിലെത്തിയാൽ എന്താ കാണുക? ഖാല അലം അഖുൽ ലക, ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ ഇന്നക ലൻ തസ്തതിഅ മഅയ സബ്റ, സബറോടെ എന്റെ കൂടെ നിൽക്കാൻ കഴിയില്ല എന്ന് ഖുർആനിലെ നടുവിലായത്താണ്. 16ാമത്തെ ജുസിൽ തുടങ്ങുന്ന മുസ്തഖബിൽ വേണ്ടിയ നടുവിൽ ഈ ആയത്താണ്. അതിന്റെ അപ്പുറം ഇപ്പുറവും ഒരേപോലെ, പ്രതിക്കൊത്തും ഉള്ളത് ഒരേപോലെ. ഈ ആയത്തിനാണ് പ്രത്യേകം. ഖാല അലം അഖുൽ ലക ഇന്നക ലൻ തസ്തതിഅ മഅയ സബ്റ. മുമ്പ് ചോദിച്ചത് ഖാല അലം അഖുൽ ഇന്നക ലൻ തസ്തതിഅ മഅയ സബ്റ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂസാ നബിയുടെ ഖദറിന്റെ ഈ യാത്രയെക്കുറിച്ച് വിശദീകരിക്കുന്ന ഹദീസുകൾ വായിച്ചു. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ثم خرجا من السفينة, അവർ കപ്പലിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ടു. فبينما هما يمشيان على الساحل, ആ തീരത്തുകൂടെ നടക്കുമ്പോൾ إذ أبصر الخضر غلاما, ഖദർ ഒരു കുട്ടിയെ കണ്ടു. يلعب مع الغلمان, വേറെ കുട്ടികളുടെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു പ്രത്യേകത ഉള്ളത്, ഈ കുട്ടിയാണത്ര ആ കുട്ടികളിൽ ഏറ്റവും നല്ല ഭംഗിയുള്ള കുട്ടി, കണ്ടാൽ വളരെ ഓമനത്തം തോന്നുന്ന കുട്ടി ഈ കുട്ടിയാണ്. ആ കുട്ടിയാണ് ഖദർ പിടിച്ചത്. فأخذ الخضر رأسه بيده فاقتلعه بيده فقتله, കുട്ടിയെ പിടിച്ചിട്ട് തല പറിച്ചെടുത്തു. ഖതലഹു, കുട്ടിയെ കൊന്നു. فقال له موسى, അപ്പോഴാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചത്, قتلت نفسا زكية بغير نفس,
ലഖദ് ജിഇത ശൈഅൻ നുക്റ, ഒരു നഫ്സിന് പകരമല്ലാതെ ഒരു പരിശുദ്ധമായ നഫ്സിനെ നിങ്ങൾ കൊല്ലുകയാണ്. നിങ്ങൾ നുക്റായ വളരെ മോശമായ കാര്യമാണ് ചെയ്തിട്ടുള്ളത്. ഖാല അലം അഖുൽ ലക ഇന്നക ലൻ തസ്തതിഅ മഅയ സബ്റ, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല എന്റെ കൂടെ സബറോടെ നിൽക്കാൻ കഴിയുകയില്ലെന്ന്. വഹാദിഹി അശദ്ദു മിനൽ ഊലാ, നേരത്തെ പറഞ്ഞതിനേക്കാൾ കടുത്ത പറച്ചിലാണിത് ഖദർ പറഞ്ഞത്. ഇവിടെ കപ്പൽ കേടുവരുത്തി, കുട്ടിയെ കൊന്നു, ഇനിയും സംഭവങ്ങൾ. ഇതിലേറ്റവും നമുക്ക് പ്രയാസമുണ്ടാക്കുന്ന ഭാഗം ഇതാണ്, അതായത് കുട്ടിയെ കൊന്നുകളഞ്ഞു എന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് കാണാൻ പോയിട്ടുള്ളത് ഖദർ. ഖദർ എന്താണ്? ഖദറിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞ എന്താണ്? മൂസ അവിടെ ചെന്നപ്പോ കണ്ടു, ഫവജദ ആബിദൻ, ഒരു ആബ്ദിനെ കണ്ടു, മിൻ ഇബാദിന, നമ്മുടെ അടിമകൾപ്പെട്ട ഒരു അബ്ദിനെ. ആതൈനാഹു റഹ്മത്തൻ മിൻ ഇൻദിന, നമ്മുടെ റഹ്മത്ത് നാം നൽകിയിട്ടുള്ള ആളാണ്. വഅല്ലംനാഹു മിൻ ലദുന്നാ ഇൽമ, നമ്മിൽ നിന്നുള്ള ഇൽമ പഠിപ്പിച്ചിട്ടുള്ള ആളാണ്. ആ ആയത്തിൽ തെളിവുണ്ട് ഇത് നബിയാണ്, ഖദർ നബിയാണ്. അതാണ് സഹീഹ്, നബിയാണെന്ന് വലിയാണെന്ന് അഭിപ്രായം നിങ്ങൾ പറഞ്ഞു, അത് സഹീഹ് നബിയാണെന്നാണ്. അവസാനത്തിൽ ഖദർ പറയുന്നുണ്ട്, അമാ ഫഅൽതുഹു അൻ അംരി, ഞാൻ എന്റെ ഇഷ്ടപ്രകാരം ചെയ്തതല്ല, അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ചെയ്തതാണ്. അള്ളാഹുവിന്റെ വഹി കിട്ടുന്ന നബിയാണ് ഖദർ അലൈഹി സ്വലാത്തു വസ്സലാം. അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് പ്രവർത്തിച്ച പ്രവർത്തനമാണ്, അത് തെറ്റല്ല. ചില ആളുകൾ, സൂഫികൾ, അവരുടെ ഔലിയ, അവർക്ക് തക്ലീഫില്ല എന്ന് പറയാൻ തെളിവെടുക്കാറുള്ളത് ഖദറിന്റെ കഥയാണ്. ഔലിയാക്കന്മാർ ചിലപ്പോൾ കള്ളുപിടിക്കുന്ന കാണും, നിസ്കരിക്കുന്നത് കാണില്ല, അപ്പം ചോദിക്കാൻ പാടില്ല. കാരണം ഖദർ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കഥ നിങ്ങൾ ഖുർആനിൽ കണ്ടിട്ടില്ലേ എന്നാണ് ഇവർ പറയാറുള്ളത്. അങ്ങനെ ആരെങ്കിലും സ്വയം വിശ്വസിച്ചാൽ, എനിക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്ത് എനിക്ക് ബാധകമല്ല എന്നൊരുത്തം വിശ്വസിച്ചാൽ അവൻ കാഫറാണ്, ഇസ്ലാം നാം പുറത്താണ്. ഇനി സ്വയം വിശ്വസിക്കണ്ട, ഞാൻ ഒരാൾ വിശ്വസിക്കുന്നു, വേറൊരു വലിയനെ കുറിച്ച്, ഇവൻ ഇസ്ലാം ശരീഅത്ത് പാലിച്ച് ജീവിക്കുന്നു, സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅ പാലിച്ച് ജീവിക്കുന്നു, പക്ഷെ വേറൊരുത്തനെ കുറിച്ച് ഇവൻ വിശ്വസിക്കുന്നു, അയാൾക്ക് ശരീഅത്ത് ബാധകമല്ല, എങ്കിൽ ഇവൻ കാഫറാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ നവാഖിദുൽ ഇസ്ലാം, ഇസ്ലാമിൽ നിന്ന് പുറത്തു വന്ന 10 കാര്യങ്ങൾ, അതിലൊന്ന് എണ്ണി പറഞ്ഞു, മൻ ഇഅ്തഖദ അന്ന അഹദൻ യസഉഹു അൽ ഖുറൂജ് അൻ ശരീഅത്തി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കമാ വസിഅ അൽ ഖദർ, ആരെങ്കിലും ഒരാൾക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരീഅത്ത് ഒരു ബാധകമല്ല എന്ന് വിശ്വസിച്ചാൽ, ഏതുപോലെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ശരീഅത്തിന് പുറത്ത് ഖദർ പോയല്ലോ, അതുപോലെ ഒരിക്കലും ആവാമെന്ന് വിശ്വസിച്ചാൽ അവൻ കാഫിറാണ്. കാരണം ഈ ദീനിന്റെ 3 പ്രത്യേകതകളാണ്. 1 അൽ കമാൽ, 2 അശ്ശുമൂൽ, 3 അൽ ബഖാ. ഇസ്ലാമിന്റെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ഈ ദീനിന്റെ 3 പ്രത്യേകതകൾ: 1 അൽ കമാൽ, അശ്ശുമൂൽ, അൽ ബഖാ. 1 അൽ കമാൽ, കമാൽ എന്ന് പറയുന്നത് ദീൻ പൂർത്തിയായതാണ്, ഇതിലൊന്നും കൂട്ടിച്ചേർക്കാൻ ഒരാൾക്ക് അവകാശമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا. ഈ ദീൻ നിങ്ങൾക്ക് ഞാൻ പൂർത്തിയാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, من أحدث في أمرنا هذا ما ليس منه فهو رد من عمل عملا ليس عليه أمرنا فهو رد. ഈ ദീനിൽ ആര് പുതുതായി എന്തും കൊണ്ടുവന്നാലും അത് തള്ളപ്പെടേണ്ടതാണ്. ألا فإن كل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ പ്രസംഗങ്ങളിലും അവസാനത്തെ വസിയത്തിൽ വരെ സഹാബികൾ വസിയത്ത് തന്നാലും, നബിയെ താങ്കൾ വിടവാങ്ങി പോകുന്ന ഒരാളുടെ പ്രസംഗം പോലെ ഉണ്ടല്ലോ താങ്കളുടെ സംസാരം എന്ന് പറഞ്ഞപ്പോൾ കൊടുത്ത വസിയത്തിൽ വരെ ഇതുണ്ട്. അപ്പൊ ഒരു പ്രത്യേകത കമാൽ. രണ്ടാമത്തെ ഷുമൂൽ. ഷുമൂൽ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ബാധകമാണ്. ഈ ദീൻ എല്ലാവർക്കും ബാധകമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നതോടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ദീനിൽ വിശ്വസിക്കാതെ ഒരാൾക്ക് രക്ഷപ്പെടാൻ കഴിയും. അല്ലാഹു പറഞ്ഞു, ഖുൽ, പറയൂ നബി, യാ അയ്യുഹന്നാസ് ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ അല്ലദീ ലഹു മുൽക്കു സ്സമാവാതി വൽ അർദ്. പറയൂ നബിയെ, ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ, ഞാൻ നിങ്ങൾക്ക് മുഴുവനിലേക്കുമുള്ള റസൂലാണ്. ആരുടെ റസൂൽ? അല്ലാഹുവിന്റെ റസൂൽ. എങ്ങനെയുള്ളവനാണ് അല്ലാഹ്? അല്ലദീ ലഹു മുൽക്കു സ്സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ മുൽക്ക് ആരുടെ കയ്യിലാണ്? ആ റബ്ബിന്റെ റസൂലാണ് ഞാൻ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിക്കാതെ ഒരിക്കലും രക്ഷയില്ല, കാഫിറാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്താണ്?
لا يسمع بي أحد من هذه الأمة يهودي ولا نصراني ثم يموت ولم يؤمن بالذي أرسلت به إلا كان من أصحاب النار. ما مسلم رواية إذا أبو هريرة رضي الله عنه الحديث رسول الله صلى الله عليه وسلم പറഞ്ഞു, എന്നെ കുറിച്ച് കേട്ട യഹൂദിയോ നസ്രാനിയോ ആരാകട്ടെ എന്നെ കുറിച്ച് കേട്ടാൽ പിന്നെ എന്നിൽ വിശ്വസിക്കാതെ അവൻ മരിച്ചാൽ നരകത്തിലാണ്. യഹൂദിയായിട്ട് നസ്രാനി, യഹൂദി നസ്രാനി എന്ന് പറഞ്ഞാൽ പഴയ കിതാബുകൾ കിട്ടിയ ആളുകളാണ്. പിന്നെ ബാക്കിയുള്ളവരാതെ അവരുടെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ പിന്നെ മുശ്രിക്കുകളുടെ സ്ഥിതി എന്താ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നാൽ റസൂൽ വിശ്വസിക്കാൻ പിന്നെ രക്ഷയില്ല, കാഫിറാണ്. എല്ലാവർക്കും ബാധകമാണ്. ഈ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ശരീഅത്ത് അത് എനിക്ക് ബാധകമല്ല ഒരുത്തരും പറയാൻ പാടില്ല. എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പഴയ ഏടുകളിൽ പഴയ തൗറാത്തിന്റെ ഒരു ഭാഗം ഉമർ റളിയല്ലാഹു അൻഹു കൈ കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ, ലൗ കാന മൂസ ഹൈ, മൂസ അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എന്താണ് എന്നെ പിൻപറ്റാതെ മൂസാൻ എനിക്ക് രക്ഷയില്ല. ഈസ അലൈഹി സ്വലാത്തു വസ്സലാം അവസാന കാലത്ത് ഇറങ്ങി വന്നാൽ ആരുടെ ശരീഅത്താണ് നടപ്പിലാക്കാൻ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരിയാ. അപ്പൊ റസൂല് വന്നതോടെ എല്ലാവർക്കും ബാധ്യതയായിരിക്കും റസൂലിനെ പിൻപറ്റുക. ആ ശരീഅത്തിന് ഒരാൾക്കും പുറത്തെടുക്കാൻ അവകാശമില്ല. എല്ലാവരിലേക്കുമുള്ള റസൂലാണ്. ഇനി ഒരു റസൂലില്ല. ലാ നബിയ ബഅദി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് ശേഷം നബിയില്ല. ما كان محمد أبا أحد من رجالكم ولكن رسول الله وخاتم النبيين. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അമ്പിയാക്കളുടെ അവസാനത്തെ ആളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു സൂറത്തുൽ അഹ്സാബ്. അതാണ് രണ്ടാമത്തെ പ്രത്യേകത. ഈ ദീനിന്റെ ശുമൂൽ എല്ലാവർക്കും ബാധക. മൂന്നാമത്തേത് അൽ ബഖാ. ബഖാ എന്നാൽ ബാക്കിയാകും. ഖിയാമത്ത് നാളിന് ഈ ദീൻ ബാക്കിയാണ്. അല്ലാഹു സംരക്ഷിക്കും. لا تزال طائفة من أمتي ظاهرين على الحق لا يضرهم من خذلهم ولا من خالفهم حتى يأتي أمر الله وهم على ذلك. معاوية رضي الله عنه رواية إذا حديث عن صلى الله عليه وسلم പറഞ്ഞു, ഈ ഉമ്മത്തിൽ ഒരു ഭാഗം ഉണ്ടാവുക തന്നെ ചെയ്യും. അള്ളാഹുവിന്റെ ദീനിൽ ഉറച്ചു നിൽക്കുന്ന ആളുകൾ അവരെ കൈവിട്ടവർക്കോ അവരോട് എതിരിട്ടവർക്കോ അവരൊന്നും ചെയ്യാൻ സാധ്യമല്ല. അള്ളാഹുവിന്റെ കൽപ്പന അഥവാ ഖിയാമത്ത് നാൾ വരുന്നത്. ഖിയാമത്ത് നാൾ വരെ ഈ ദീൻ ബാക്കിയുണ്ടാവും, സംശയം. ഈ മൂന്ന് പ്രത്യേകതകൾ ഈ ദീനിന്റെ പ്രത്യേകത. അതുകൊണ്ട് ഒരാൾക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരീഅത്തിൽ പുറത്താണ് ഞാൻ അല്ലെങ്കിൽ വേറൊരാൾ എന്ന് പറയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞാൽ അവൻ കാഫിറായി പോയിരിക്കും. ഖദറിന്റെ അവസ്ഥ എന്താണ്? ഖദർ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ നബിയാണ്. അള്ളാഹുവിന്റെ വഹി അനുസരിച്ചിട്ടാണ് ഖദർ അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്തിട്ടുള്ളത്. മുസാനബി അള്ളാഹുവിന്റെ നബി ആയതുപോലെ ഖദറാണ്. അള്ളാഹുവിന്റെ വഹി അനുസരിച്ചിട്ടാണ് ഖദറിന്റെ പ്രവൃത്തി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹുവിന്റെ വഹി നിലച്ചു. ഇതിനൊരാൾക്കും വഹിയില്ല. ഏതെങ്കിലും ഒരാൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിനെതിരായി ഈ ദീനിനെതിരായി അള്ളാഹു എനിക്ക് വഹി തന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതോടെ അവൻ ദീനിന് പുറത്തായിരിക്കും. ദീനിൽ നിന്ന് പുറത്തായിരിക്കും. ഒരു ചില മഹാന്മാരിൽ പെട്ട ചില ആളുകൾ അവരുടെ ഒരു സംഭവം ഇങ്ങനെ റിവായത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്. വളരെ സലഫുകളിൽപ്പെട്ട ഒരാൾ, അദ്ദേഹം ഇങ്ങനെ നടന്നു നീങ്ങിയായിരുന്നു. വളരെ സാലിഹായ നല്ല മനുഷ്യന്. അങ്ങനെ നടന്നു നീങ്ങുമ്പോൾ അദ്ദേഹം മുകളിൽ നിന്നൊരു ശബ്ദം കേട്ടു. ഒരു ശരീരം ആളെ കാണും, ഒരു ശബ്ദം. എന്നിട്ട് ആ ശബ്ദം ഇദ്ദേഹത്തോട് പറഞ്ഞു, യാ അബ്ദല്ലാഹ്, അല്ലാഹുവിന്റെ അടിമയായ നല്ല മനുഷ്യ, താങ്കൾ നല്ല ഖൈർ ചെയ്തത് കാരണത്താൽ ഞാൻ നിനക്ക് ഹറാമാക്കിയതൊക്കെ ഞാൻ നിനക്ക് ഹലാലാക്കി തന്നു. ആ ശബ്ദം കേട്ടു. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, ഖദബ്ത, കളവാണ് നീ പറഞ്ഞത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം പിന്നെ തഹരീമില്ല. കാരണം ശൈത്താൻ അയാളെ വഞ്ചിക്കാൻ ശ്രമിച്ചതാണ്. അപ്പൊ ശൈത്താനാണ് ഇങ്ങനത്തെ വഹി ആർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് അള്ളാഹിന്റെ വലിയല്ല, ശൈത്താന്റെ വലിയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്തിനെതിരെ എനിക്ക് വാദമല്ല, എനിക്ക് നിസ്കരിക്കേണ്ട ആവശ്യമില്ല, അതുപോലെ എനിക്ക് കള്ളുപിടിക്കാം എന്ന് ഒരുത്തൻ പറഞ്ഞാൽ അള്ളാഹിന്റെ വലിയല്ല, ശൈത്താന്റെ വലിയാണ്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം ഒരു കിതാബ് തന്നെ എഴുതി, അൽ ഫുർഖാൻ ബൈന ഔലിയാ റഹ്മാൻ വ ഔലിയാ ശൈത്താൻ. അൽ ഫുർഖാൻ ബൈന ഔലിയാ റഹ്മാൻ വ ഔലിയാ ശൈത്താൻ. റഹ്മാനായ റബ്ബിന്റെ ഔലിയാക്കളെയും ശൈത്താന്റെ ഔലിയാക്കളെയും വേർതിരിക്കുന്ന കിതാബ്. അപ്പൊ അത് ശൈത്താന്റെ വലിയകളാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരീഅത്ത് എനിക്ക് ബാധകമല്ല എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ വേറൊരാൾക്ക് ബാധകമല്ല എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ വലിയല്ല, ശൈത്താന്റെ വലിയ. ഖദറിന്റെ സംഭവം വേറെ. ഖദർ അള്ളാഹിന്റെ വഹി അനുസരിച്ചിട്ടാണ് ഖദർ അലൈഹി സ്വലാത്തു വസ്സലാം പ്രവർത്തിച്ചത്. അങ്ങനെ ഈ കുട്ടിയെ കൊലപ്പെടുത്തി.
മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചപ്പോ ഇങ്ങനെ പറയുകയും ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അങ്ങനെ അവർ കൊണ്ടും മൂസ നബി പറഞ്ഞു, ഖാല ഇൻ സഅൽതുക അൻ ശൈഇൻ ബഅദഹ, ഖാല ഇൻ സഅൽതുക, ഞാൻ താങ്കളോട് ചോദിച്ചാൽ, അൻ ഷൈഇൻ, എന്തിനെങ്കിലും കുറിച്ച്, ബഅദഹ, ഇതിനു ശേഷം, ഇനി എന്തെങ്കിലും ചോദിച്ചാൽ, ഫലാ തുസാഹിബിനി, എന്നെ പിന്നെ നിങ്ങളെ സാഹിബാക്കണ്ട, എന്നെ കൂടെ കൂട്ടണ്ട. ഖദ് ബലഗ്ത മിൻ ലദുന്നി ഉസ്റ, ഖദ് ബലഗ്ത, താങ്കൾ എത്തിയിരിക്കുന്നു, മിൻ ലദുന്നി, എന്നിൽ നിന്ന്, ഉസ്റൻ, ഉസ്ർ എത്തിയിരിക്കുന്നു. അപ്പൊ ഇനി ഉസ്ർ പറയാൻ കഴിയില്ല, ഇനി ഒരു പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഇനി എന്തെങ്കിലും ഞാൻ ചോദിച്ചാൽ നമ്മൾ തമ്മിൽ എന്നെ നിങ്ങൾ കൂടെ കൂട്ടേണ്ടതില്ല എന്ന് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഖദറിനോട് പറഞ്ഞു. അങ്ങനെ അവർ കൊണ്ടും യാത്രയായി. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫൻതലഖ, അവർ കൊണ്ടും യാത്രയായി. ഹത്താ ഇദാ അത്തയാ അഹ്ല ഖർയത്തിൻ, ഹത്താ ഇദാ അത്തയാ, അവർ രണ്ടുപേരും എത്തുന്നത് വരെ, അഹ്ല ഖർയത്തിൻ, ഒരു ഖറിയത്തിലെ ആളുകളുടെ അരികെ, ഖറിയ ഒരു നാട്, അഹ്ല, അഹ്ല എന്നാൽ ആ നാട്ടുകാർ, ഒരു നാട്ടുകാരുടെ അടുത്തേക്ക് എത്തിയപ്പോൾ ഇസ്തതഅമ, അവർ രണ്ടുപേരും തആമിന് ആവശ്യപ്പെട്ടു, ഭക്ഷണം അവരോട് ആവശ്യപ്പെട്ടു, അവർ അതിഥിയായി സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടു. ഫഅബൗ, അപ്പോൾ അവർ സമ്മതിച്ചില്ല. അൻ യുദയ്യിഫൂഹുമ, അവരെ ദൈഫാക്കാൻ സമ്മതിച്ചു. ദൈഫ് എന്ന അതിഥി, അവർ രണ്ടുപേരെയും അതിഥിയാക്കാൻ ആ നാട്ടുകാരെ സമ്മതിച്ചില്ല. പണ്ട് കാലത്ത് അങ്ങനെയാണ് പതിവ്. ഒരു നാട്ടിലേക്ക് ചെന്നാൽ ആ അപരിചിതരായ ആളുകളെ ഏതെങ്കിലും ഒരു കുടുംബം അവരുടെ അതിഥിയായി ഏറ്റെടുക്കും. എന്നിട്ട് അവർക്ക് ഭക്ഷണവും താമസവുമല്ല നൽകും. അങ്ങനെ ഒരു നാട്ടിലെത്തി മൂസ നബിയും ഖദർ നബിയും ചോദിച്ചു, ഭക്ഷണത്തിന് ആവശ്യപ്പെട്ടു. പക്ഷെ അവർ തയ്യാറായില്ല, അവർ അതിഥിയാക്കാൻ തയ്യാറായി. അങ്ങനെ ഇരിക്കെ ഫവജദ, അവർ രണ്ടുപേരും കണ്ടു, ജിദാറൻ, ജിദാർ എന്നാൽ ഒരു ചുമര്, ഒരു മതിൽ കണ്ടു. യുരീദു അൻ യൻഖദ്ദ, യുരീദു, ആ ചുമര് ഉദ്ദേശിക്കുന്നു, അൻ യൻഖദ്ദ, വീഴാൻ, ചുമര് വീഴാൻ പോകുന്നു. ഫഅഖാമഹു, അപ്പോൾ ഖദർ എന്ത് ചെയ്തു, അത് നേരെയാക്കി. ഫഅഖാമഹു ഖാല ലൗ ശിഅത ലത്തഖദ്ത അലൈഹി അജ്റാ, മൂസ അലൈഹി സ്വലാത്തു വസ്സലാം വീണ്ടും അടുത്ത് ചെയ്തു. ഖാല, മൂസ നബി ചോദിച്ചു, ലൗ ശിഅത, താങ്കൾ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ, ലത്തഖദ്ത, താങ്കൾക്ക് സ്വീകരിക്കാമല്ലോ, വാങ്ങാമല്ലോ, അലൈഹി, ഇതിന്, അതായത് ഈ ചുമര് നേരെയാക്കിയതിന്, അജ്റൻ, കൂലി വാങ്ങാലോ, ഒന്നും തരാത്ത ആളുകളല്ലേ എന്ന് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു. ഖാല ഹാദാ ഫിറാഖു ബൈനി വബൈനിക, ഖാല, ഖദർ പറഞ്ഞു, ഹാദാ ഫിറാഖു ബൈനി വബൈനിക, ഇതാ, ഇത് നമ്മൾ തമ്മിലുള്ള ഫിറാഖാണ്, നമ്മൾ ഇവിടെ വെച്ച് പിരിയും. സഉനബ്ബിഉക, ഞാൻ താങ്കൾക്ക് വിവരം അറിയിച്ചു തരാം. ബിതഅ്വീലി, ബിതഅ്വീൽ, തഅ്വീൽ എന്ന വ്യാഖ്യാനം, ഇതിന്റെ വിവരം എന്താ? മാ ലം തസ്തതി അലൈഹി സബ്റ, മാലം ഏതെന്നാണോ താങ്കൾക്ക് സാധിക്കാതിരുന്നത്, ലം തസ്തതി, താങ്കൾക്ക് സാധിക്കാതിരുന്നത്, അലൈഹി, അക്കാര്യത്തിൽ, സബ്റൻ, സബ്ർ, താങ്കൾക്ക് ക്ഷമിക്കാൻ കഴിയാത്ത കാര്യത്തിന്റെ വിവരം ഞാൻ താങ്കൾക്ക് പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് ഖദർ അലൈഹി സ്വലാത്തു വസ്സലാം പറയാനായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇവരൊരു നാട്ടിലെത്തി. അപ്പൊ അവർക്ക് ഭക്ഷണം കൊടുത്തില്ല. അപ്പൊ ഇങ്ങനെ ഒരു ചുമര് വീഴാൻ നിൽക്കുന്നത് കണ്ടു. അപ്പൊ ചില റിവായത്തുകൾ കാണാം, ഖദർ എന്താണ് ചെയ്തത്, ഖദർ ഒന്ന് തടവിനാണ് ചുമര്, അപ്പോഴേക്കും അത് നേരെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് കയ്യാൽ അങ്ങനെ ഒരു അത്ഭുതം സംഭവിപ്പിച്ചു. അങ്ങനെ ഇത് കണ്ടപ്പോ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കേണ്ട ചില റിവായത്തുകൾ ഇങ്ങനെ കാണാം. മൂസ നബി ഒന്നാമത് ചോദിച്ചത് എന്താണ്? ഒന്നാമത്തേത് കാനലിസിയാൻ, മറന്നു ചോദിച്ചു പോയതാണ്. ഒന്നാമത്തെ ആദ്യം കപ്പല് കേടുവരുത്തിയപ്പോ ചോദിച്ചു പോയത്, അത് മറന്നു ചോദിച്ചു പോയതാണ്. രണ്ടാമത്തെ ചോദ്യം എന്താണ്? ഷർത്തൻ, ഒരു നിബന്ധനയാണ്, അത് ഇനി ചോദിച്ചാൽ വേണ്ട. മൂന്നാമത്തേത് താഴ്ന്നതാണ്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അത് അറിഞ്ഞോണ്ട് ചോദിച്ചതാണ് എന്ന് ചില റിവായത്തുകളിൽ കാണാം. കാരണം അറിയാതിരിക്കാൻ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന് സബർ കിട്ടിയില്ല. അപ്പോ മതി എന്ന നിലക്ക് ചോദിച്ചു പോയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയണ്ടായി, മൂസ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സംഭവം പറഞ്ഞു, യർഹമുല്ലാഹു മൂസ, അല്ലാഹു മൂസ നബിക്ക് റഹ്മത്ത് കൊടുക്കട്ടെ. വജിദ്ന അന്ന മൂസ കാന സബറ, മൂസ നബി ക്ഷമിച്ചിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിച്ചു പോകും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൂസ നബി കുറച്ചുകൂടി ക്ഷമിച്ചിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിച്ചു പോയി. എന്താണ്? ഹത്താ യഖുസ്സല്ലാഹു അലൈനാ മിൻ ഖബരിഹിമ, എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവരുടെ സംഭവം ഇനി നമുക്ക് പറഞ്ഞു തരുമായിരുന്നല്ലോ.
ഇനിയും ഉണ്ടായിരുന്ന ഒരുപാട് അവരുടെ കൂടെ ഉണ്ടാകുന്ന സംഭവങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുമായിരുന്നല്ലോ. കുറച്ചുകൂടി മൂസാ നബി ക്ഷമിച്ചെങ്കിൽ നന്നായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ഖദർ അലൈഹിസ്സലാത്തു വസ്സലാം മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അവസാനം അവിടുന്ന് ചെയ്ത കാര്യങ്ങളുടെ അവസ്ഥ എന്താണെന്ന് വിശദീകരിച്ചു കൊടുക്കുകയാണ്. സാധാരണ അറബിയിൽ പറയാറുണ്ട് ഇതാ ظهر السبب بطل العجب. إذا ظهر السبب بطل العجب. സബബ് വ്യക്തമായാൽ പിന്നെ അജബില്ല, കാരണം വ്യക്തമായാൽ പിന്നെ അത്ഭുതം നീങ്ങിപ്പോകും എന്നതുപോലെ ഖദർ അലൈഹിസ്സലാത്തു വസ്സലാം ചെയ്ത മൂസാ നബി കണ്ടപ്പോൾ ഇൻകാർ ചെയ്ത എതിർത്ത കാര്യങ്ങളുടെ സബബ് എന്താണ്, കാരണം എന്താണ്, എല്ലാം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ചെയ്യുന്നതാണ്. ഇത് ഖദർ അലൈഹിസ്സലാത്തു വസ്സലാം അത് വിശദീകരിക്കുന്നു. അള്ളാഹു പറയുന്നു ഫൻതലഖ, അള്ളാഹു പറയുന്നു أما السفينة فكانت لمساكين يعملون في البحر أردت أن أعيبها وكان وراءهم ملك يأخذ كل سفينة غصبا. ഖദർ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു അമ്മ സഫീന, ആദ്യം ഉണ്ടായ സംഭവം ഏതാണ്? കപ്പലിൽ അവർ കയറി, അവരെ വെറുതെ പൈസ ഒന്നും വാങ്ങാതെ കപ്പലിൽ അവർ കയറ്റി. കപ്പൽ കയറിയപ്പോൾ ഖദർ എന്ത് ചെയ്തു? ആ കപ്പലിന്റെ ഒരു ഭാഗം കേട്. അമ്മ സഫീന, ഖദർ പറയുന്നു അമ്മ സഫീന. അമ്മ എന്നത് ഒരു കാര്യം തുടങ്ങുമ്പോൾ എന്താണ് മലയാളത്തിൽ അർത്ഥം പറയാം? അമ്മ അതായത് എന്നൊക്കെ പറയാം. അമ്മ സഫീന, കപ്പലുണ്ടല്ലോ, അതിന്റെ കാര്യം ആ അർത്ഥത്തിലാണ് അമ്മ ഉപയോഗിക്കാറ്. അമ്മ സഫീന, കപ്പലുണ്ടല്ലോ, അതിന്റെ കാര്യം എന്താ? ഫക്കാനത്ത്, അതായിരുന്നു, ആ കപ്പലായിരുന്നു. വലിയ മസാക്കീന, മസാക്കീൻ എന്ന മിസ്കീൻ എന്ന വാക്കിന്റെ ജമാണ് ബഹുവചനം മസാക്കീൻ. ചില മിസ്കീനുകളുടേതായിരുന്നു ആ കപ്പൽ. അപ്പോൾ അറത്തു, ഞാൻ ഉദ്ദേശിച്ചു അൻ അഈബഹ, ആ കപ്പലിനെ അയ്ബ് വരുത്താൻ. അയ്ബ് എന്ന് പറഞ്ഞാൽ പ്രായമുള്ളവരാണ്. അയ്ബ് ന്യൂനത, കുറവ്. അൻ അഈബഹ, അതിനൊരു അയ്ബ് വരുത്താൻ ഞാൻ ഉദ്ദേശിച്ചു. എന്താണ് കാരണം? വകാന, ഉണ്ടായിരുന്നു, വറാഅഹും, അവർക്ക് പിന്നിൽ എന്നാൽ ആ കപ്പൽ എവിടെയാണ് എത്തിച്ചേരുക? ആ ഭാഗത്ത് അല്ലെങ്കിൽ കപ്പൽ സഞ്ചരിക്കുന്ന വഴിയിലുണ്ടായിരുന്നു മരിക്കും, ഒരു രാജാവ് ഉണ്ടായിരുന്നു. അയാളുടെ പ്രത്യേകത എന്താണ്? യഅഖുദ്, അയാൾ എടുക്കും കുല്ല സഫീനത്തിൻ, എല്ലാ കപ്പലും ഗസ്ബൻ എന്നാൽ തട്ടിപ്പറിച്ചെടുക്കുക, പിടിച്ചു പറിക്കുക, കൊള്ളയടിക്കുക, അല്ലെങ്കിൽ കീഴ്പ്പെടുത്തിയെടുക്കുക. ഒരാളുടെ സമ്മതമില്ലാതെ എടുക്കുന്നതിനാണ് ഗസ്ബ് എന്ന് പറയുക. ഇതാണ് കാരണം. ഖദർ അലൈഹിസ്സലാത്തു വസ്സലാം ഈ കാരണം പറഞ്ഞു. കാരണം അള്ളാഹു അത് അറിയിച്ചു കൊടുത്തു. അപ്പൊ യഥാർത്ഥത്തിൽ എന്തായി? അവർക്ക് ആ കപ്പൽ കേടുവരുത്തിയവർക്ക് ഹൈറായി. ചില സഹാബത്ത് ഈ ആയത്തിന്റെ തഫ്സീറിൽ പറഞ്ഞു മലികു യഅഖുദു കുല്ല സഫീനത്തിൻ സാലിഹത്തിൻ ഗസ്ബ. ആ രാജാവിന്റെ അയാളെന്താണ് ചെയ്യുക? കുല്ല സഫീനത്തിൻ സാലിഹ, നല്ല കേടൊന്നുമില്ലാത്ത കപ്പൽ കണ്ടാൽ അയാളോട് കേടുവന്നതായ അതുകൊണ്ടാ കോട്ടയം നിർത്തും. അതുകൊണ്ട് കപ്പൽ മുഴുവൻ നഷ്ടപ്പെടുന്നതിനേക്കാളും ഹൈറെന്താ? പക്ഷെ കേടുവന്നിട്ടായാലും അത് കിട്ടലാണ്, അത് പിന്നെ നന്നാക്കാലോ. അതുകൊണ്ടാണ് ഖദർ അലൈഹിസ്സലാത്തു വസ്സലാം ഇങ്ങനെ ചെയ്തതാണ്. ഒന്നാമത്തെ ഈ ആയത്തിലുള്ള വേറെ ചില ഫായിദകൾ ഉലമാക്കൾ ഈ ആയത്തിൽ നിന്ന് പറയാറുണ്ട്. എന്താണ്? അന്ന സഫീന, കപ്പൽ, ഫകാനത് ലിമസാകീൻ, കുറച്ച് മിസ്കീനുകളുടെ കാര്യം. മിസ്കീൻ എന്നാൽ എന്താണ് അർത്ഥം? അല്ലദീ അസ്കനഹുൽ ഫഖർ, ഫഖർ ദാരിദ്ര്യം അവനെ തളർത്തിയിരിക്കും, അല്ലെങ്കിൽ അവനെ എന്താണ് താഴ്ത്തിയിരിക്കും. അങ്ങനെയുള്ളവർക്കാണ് മിസ്കീൻ എന്ന് പറയുന്നത്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കപ്പലാരുടെ കുറച്ച് മിസ്കീനുകളുടെ ഉലമാക്കൾ ഈ ആയത്തിൽ പറയാറുണ്ട്. എന്താണ്? ചിലപ്പോ മിസ്കീൻ, ഒരു കപ്പലുള്ളവൻ ചിലപ്പോൾ എന്തായിരിക്കും? മിസ്കീനായിരിക്കും. ഒരു കയ്യിൽ കപ്പലുണ്ട്, പക്ഷെ അവരെന്താണ്? മിസ്കീനുകളാണ്. അപ്പൊ ഇപ്പൊ ഒരാൾക്ക് അതുപോലെ എന്തെങ്കിലും ബാഹ്യമായ ഖൈർ ഒരാൾക്ക് ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് മിസ്കീൻ അല്ലാതാവുക.
മിസ്കീനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസൽ മിസ്കീനു അല്ലദീ തറദ്ദുഹു ലുഖ്മതു വൽ ലുഖ്മതാൻ. മിസ്കീൻ എന്നാൽ ഒരു ഉരുള അല്ലെങ്കിൽ രണ്ടുരുള എന്തെങ്കിലും ഭക്ഷണം കൊടുത്താലോ അല്ലെങ്കിൽ എന്തെങ്കിലും ചില്ലറ കൊടുത്താൽ പോകുന്നവനല്ല മിസ്കീൻ. വലാകിൻ അൽ മിസ്കീൻ, മിസ്കീൻ എന്ന് പറഞ്ഞാൽ അവനാണ് ലാ യസ്അലൂന നാസ ഇൽഹാഫ, അവൻ ജനങ്ങളോട് ചോദിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യഹ്സബുഹുൽ ജാഹിലു അഗ്നിയാഅ മിനൽ തഅഫുഫ്. അവരുടെ തഅഫുഫ് കൊണ്ട്, അവരുടെ മാന്യത കൊണ്ട് അവരെ അറിയാത്തവർ വിചാരിക്കും അവൻ ഗനിയാണ്, പണക്കാരനാണ്. തഅരിഫുഹും ബിസീമാഹും, എന്നാൽ അവരുടെ അടയാളം കൊണ്ട് നിനക്ക് അവർ മനസ്സിലാക്കാം. ലാ യസ്അലൂന നാസ ഇൽഹാഫ, അവർ ജനങ്ങളോട് ചോദിക്കുകയില്ല. ജനങ്ങളോട് ചോദിക്കാനുള്ളത് ശർറാണ്. ജനങ്ങളോട് ചോദിക്കാതിരിക്കൽ ആണ് ഖൈർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദുൽ ഉലിയാ ഖൈറുൻ മിനൽ യദി സുഫ്ലാ, മുകളിലുള്ള കൈയാണ് താഴെയുള്ള കൈയിനേക്കാളും ഖൈർ. വബ്ദഅ ബിമൻ തഊൽ, നിനക്ക് കീഴിലുള്ളവർക്ക് ചെലവിന് കീഴിലുള്ളവർക്ക് നീ കൊടുത്തു തുടങ്ങുക. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല യദുൽ ഉലിയാ ഹിയൽ മുഅ്തിയ, മുകളിലുള്ള കൈ എന്ന് പറഞ്ഞാൽ ഏതാണ്? അൽ മുഅ്തിയ, കൊടുക്കുന്ന കൈ. അൽ യദു സുഫ്ലാ, താഴെയുള്ള കൈ എന്ന് പറഞ്ഞാൽ ഏതാണ്? അസ്സായില, ചോദിക്കുന്ന കൈ, വാങ്ങുന്ന കൈയല്ല, പിന്നെ ചോദിക്കുന്ന കൈ. അത് ചോദിക്കാതെ ഒരാൾക്ക് കിട്ടിയാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നീ ചോദിക്കാതെ നിനക്ക് വന്നു കിട്ടിയാൽ ഫഖുദ്ഹ, നീ സ്വീകരിച്ചു. അതല്ലാത്തത് ഫലാ തതഅബ് നഫ്സക, അതിന്റെ പിന്നാലെ നീ ഓടേണ്ടതില്ല, അതിന്റെ പിന്നാലെ നീ കഷ്ടപ്പെടേണ്ടതില്ല. അപ്പോൾ മിസ്കീനുകളായ ആളുകൾക്ക് കപ്പലുണ്ടെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ പറഞ്ഞു. അപ്പൊ ഇങ്ങനെ കേട് വരുത്തുന്ന ഒരാളുള്ളത് കൊണ്ടാണ്, ഈ പിടിച്ചെടുക്കുന്ന ആളുള്ളത് കൊണ്ടാണ് ഖദർ അങ്ങനെ ചെയ്തത്. وأما الغلام فكان أبواه مؤمنين فخشينا أن يرهقهما طغيانا وكفرا فأردنا أن يبدلهما ربهما خيرا منه زكاة وأقرب رحما. രണ്ടാമത്തെ സംഭവം എന്താണ്? അമ്മൽ ഗുലാം, എന്നാൽ ആ ഗുലാം ഉണ്ടല്ലോ, ആൺകുട്ടി ഉണ്ടല്ലോ, അതെന്തായിരുന്നു സംഭവം? ആ കുട്ടിയെ, വളരെ ഭംഗിയുള്ള ചെറിയൊരു കുട്ടിയെ ഖദർ കൊലപ്പെടുത്തുകയുണ്ടായി. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ എതിർത്തു. യഥാർത്ഥത്തിൽ എന്താ? അമ്മൽ ഗുലാം, ആ കുട്ടി ഫകാന അബവാഹു, അതിന്റെ ഉപ്പയും ഉമ്മയുമായിരുന്നു മുഅ്മിനീകളായിരുന്നു. ഉപ്പയും മുഅ്മിനായിരുന്നു ആ കുട്ടിയുടെ. അപ്പോൾ ഖശീന, നാം ഭയപ്പെട്ടു, അയ്യുർഹിഖഹുമ, ഈ കുട്ടി ആ രണ്ടുപേരെ നിർബന്ധിക്കുമെന്ന്, തുഗ്യാന വകുഫ്ര, കുഫറിലേക്കും തുഗ്യാനിലേക്കും. തുഗ്യാൻ എന്ന ധിക്കാർ. കാരണം അള്ളാഹു അറിഞ്ഞിട്ടുണ്ട് ഈ കുട്ടി വലുതായാൽ ഇത് കാഫിറാനാവുക. അപ്പോ ഉപ്പാന്റെ ഉമ്മാന്റെ ഹുബ്ബ് കൊണ്ട്, മോനോടുള്ള ഹുബ്ബ് കൊണ്ട് ചിലപ്പോ മോൻ പറയുന്ന കുഫറിലേക്ക് ഉപ്പയും ഉമ്മയും എത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം, അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം ഖദർ അലൈഹി സ്വലാത്തു വസ്സലാം ആ കുട്ടിയെ കൊണ്ടുവന്നു. അള്ളാഹിന്റെ വഹി അനുസരിച്ചാണ്. അള്ളാഹിന്റെ വഹി കിട്ടുന്ന ആൾക്കല്ലാതെ എങ്ങനെ ചെയ്യാൻ സാധിക്കും? അള്ളാഹുവിന്റെ വഹി അവന്റെ അമ്പിയാക്കൾക്കാണ് കിട്ടിയ, മുഖേക്കുള്ള ഒരാളും അങ്ങനെ അവൻ സ്വപ്നം കണ്ടെന്നോ അവൻ കാര്യങ്ങൾ പറഞ്ഞെന്നോ എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ ശരീഅത്തിനെതിരായി ഒന്നും ചെയ്യരുതെന്ന് നമ്മൾ ഇന്നലെ തെളിവുകൾ സഹിതം പറഞ്ഞിട്ടുണ്ട്. ഖദർ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സംഭവങ്ങൾ തൊഴിയാക്കാനിക്കുന്ന ആളുകൾ, അവർക്കെതിരെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ നാം ഉദ്ദേശിച്ചു, ഖദർ പറയുന്നു, അപ്പോൾ നാം ഉദ്ദേശിച്ചു, അയ്യുബ്ദിലഹുമ, ആ ഉപ്പാക്കും ഉമ്മാക്കും അള്ളാഹ് ബദലായി കൊടുക്കുമെന്ന്, അയ്യുബ്ദിലഹുമ റബ്ബുഹുമ, അവരുടെ റബ്ബ്, അഥവാ അള്ളാഹു അവർക്ക് ബദൽ കൊടുക്കുമെന്ന് നാം ഉദ്ദേശിച്ചു, കൊടുക്കാൻ നാം ഉദ്ദേശിച്ചു. ഖൈറൻ മിൻഹു, ആ ഈ കൊല്ലപ്പെട്ട കുട്ടിയേക്കാൾ ഖൈറായ. എങ്ങനെ ഖൈറായ? സകാത്ത് എന്ന പരിശുദ്ധി കൊണ്ട് ഖൈറായ, നല്ല മുഅ്മിനായ കുട്ടി. വഅഖറബ റഹ്മ, ഏറ്റവും റഹ്മത്തിനോട് ഏറ്റവും അടുത്തുള്ള കുട്ടി, ഉപ്പാക്കും റഹ്മത്തും കൊടുക്കുന്ന കുട്ടി. അതുപോലെ ഖൈറായ പരിശുദ്ധനായ മുഅ്മിനായ കുട്ടി, ഒരു കുട്ടി അള്ളാഹു പകരം കൊടുക്കാൻ നാം ഉദ്ദേശിച്ചു. അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ഇമാം ഖത്താദ റഹിമഹുല്ലാഹ്, താബിഈയാണ്, ഖത്താദ ഇബ്നു ദിആമ, അദ്ദേഹം പറഞ്ഞു, ഖദ് ഫരിഹ ബിഹി അബവാഹു ഹീന ഉലിദ്, ഈ ഖദർ കൊന്ന കുട്ടി ഉണ്ടല്ലോ, സ്വാഭാവികമാണ് ആ കുട്ടി ജനിച്ചപ്പോൾ ആ ഉപ്പയും ഉമ്മയും സന്തോഷിച്ചു. ഉപ്പാക്കും കുട്ടികൾ ജനിച്ചാൽ സന്തോഷം ഉണ്ടാവും. വഹസിന അലൈഹി ഹീന ഖുതിൽ,
കുട്ടി കൊല്ലപ്പെട്ടപ്പോൾ ഉപ്പയും ഉമ്മയും സങ്കടപ്പെട്ടു. വലൗ ബഖിയ കാന ഫീഹി ഹലാകുഹുമാ, കാന ഫീഹി ഹലാകുഹുമാ. യഥാർത്ഥത്തിൽ ഈ കുട്ടി കുറെക്കാലം ജീവിച്ചിരുന്നെങ്കിൽ ഈ ഉമ്മാന്റെ ഉപ്പാന്റെ നാശം ആ കുട്ടിയും കൂടെ കാഫറായി പോകുന്നതിനേക്കാളും വലിയ നാശം വേറെന്താണ്? കാഫറായി പോകുന്നതിനേക്കാളും വേറെ വലിയ നാശം വേറെ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. നരകത്തിൽ കാലാകാലം കിടക്കേണ്ടത്. യഥാർത്ഥത്തിൽ ഉപ്പയും കുട്ടി കൊല്ലപ്പെട്ടപ്പോൾ സങ്കടപ്പെട്ടു. പക്ഷേ കുട്ടി ജീവിച്ചിരുന്നെങ്കിലാണ് ഉപ്പാന്റെ ഉമ്മാന്റെ ഹലാക്കുണ്ടാകുക. ഇതിന് നമ്മൾ മനസ്സിലാക്കിയ ഒരു മനുഷ്യൻ അള്ളാഹുന്റെ ഖദായിൽ അവൻ തൃപ്തിപ്പെടുക. അള്ളാഹുവിന്റെ ഖദാ അവൻ തൃപ്തിപ്പെടുക. അള്ളാഹുവിന്റെ ഖദാ നമുക്ക് ഉറപ്പുണ്ടാക്കിയതായാലും അത് നമുക്ക് ഖൈറായിരിക്കും. നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം അപ്പൊ തന്നതിനേക്കാളും നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം അള്ളാഹു തന്നതായിരിക്കും പിന്നീട് നമുക്ക് ഖൈറുണ്ടാകുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് പഠിപ്പിച്ചിട്ടുള്ള ഒരുപാട് ഹദീസുകൾ, ഖുർആനിലെ ഒരുപാട് ആയത്തുകൾ നമുക്കതിന് തെളിവായും. അസാൻ തക്റഹു ശൈഅൻ വഖൈറുൻ ലക്കും, അസാൻ തുഹിബ്ബു ശൈഅൻ വഹുവ ശർറുൻ ലക്കും വല്ലാഹു യഅലം വഅൻതും ലാ തഅലമൂൻ. നിങ്ങളൊരു കാര്യം ഇഷ്ടപ്പെടുന്നുണ്ടാവും, അത് എനിക്ക് ഷർറായിരിക്കും. നിങ്ങളൊരു കാര്യം വെറുക്കുന്നുണ്ടാവും, അത് എനിക്ക് ഖൈറായിരിക്കും. വല്ലാഹു യഅലം വഅൻതും ലാ തഅലമൂൻ. അള്ളാഹു അറിയുന്നു, നിങ്ങൾ അറിയുന്നില്ല. അള്ളാഹുവിന്റെ ഇറാദ, അള്ളാഹു ഉദ്ദേശിച്ചത് മുഴുവൻ ഖൈറാണ്, ഒന്നും ഷർറല്ല. നമുക്ക് എന്തെങ്കിലും ഷർറ് ഉണ്ടാകുന്നെങ്കിൽ അതിന്റെ കാരണങ്ങൾ എന്താണ്? നമ്മുടെ പാപങ്ങളാണ്, തെറ്റുകളാണ്. അത് നമുക്കുണ്ടാകുന്ന മുസീബത്തുകൾ കൊണ്ട് പൊറുക്കപ്പെടും ഇൻഷാ അല്ലാഹ്. അതല്ലെങ്കിൽ നമുക്ക് ദറജ വർദ്ധിപ്പിക്കപ്പെടും, നമുക്ക് ദുനിയാവിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ കൊണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തേക്ക് അവസാന കാലത്ത് പനി ഉണ്ടായപ്പോൾ സഹാബത്തിൽ ഒരാൾ തൊട്ടിട്ട് പറഞ്ഞു, നബിയെ കൈവെക്കാൻ പറ്റുന്നില്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ, ഇന്ന മഅശറൽ അംബിയാ കമാ യുദാഅഫു ലനൽ അജ്ർ യുദാഅഫു ലനൽ ബലാ. ഞങ്ങൾ നബിമാർക്ക് ഇരട്ടിയായി പ്രതിഫലം നൽകപ്പെടുന്നുണ്ടല്ലോ, അതുപോലെ പരീക്ഷണവും ഇരട്ടിയായിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഇറാദ മുഴുവൻ ഖൈറാണ്. നമ്മൾ റബ്ബിനല്ലാതെ റബ്ബിന്റെ തീരുമാനമെല്ലാം ഖൈറാണെന്ന് വിചാരിക്കും. നമ്മൾ പേടിക്കേണ്ടി വരിക എന്തിനാ? നമ്മുടെ പാവങ്ങളെ, നമ്മുടെ തെറ്റുകളെ. അതിന്റെ ഷർറ് നമുക്ക് ഈ ദുനിയാവിലുണ്ടാകും. അതിൽ നിന്ന് ഇസ്തിഗ്ഫാർ നടത്തുക. അള്ളാഹുവിന്റെ ഇറാദ മുഴുവൻ ഖൈറാണെന്ന് വിശ്വസിക്കുക. അള്ളാഹുവിനോട് മഹബ്ബത്ത് അങ്ങേയറ്റമുള്ള ഒരാൾക്ക് അങ്ങനെ മാത്രമേ വിശ്വസിക്കാൻ കഴിയുള്ളൂ. അള്ളാഹുവിന്റെ ഇറാദ മുഴുവൻ ഖൈറാണ്. ഇതാ ഇദ്ദേഹം പറയുന്നത്, അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഅമ്മൽ ജിദാറു, ഖബർ പറഞ്ഞു, വഅമ്മൽ ജിദാർ, എന്നാൽ ആ ചുമരുണ്ടല്ലോ, ഈ നാട്ടിലേക്കൊന്നും അവര് സ്വീകരിച്ചില്ല, ഭക്ഷണമൊന്നും കൊടുത്തില്ല. ആ നാട്ടിൽ കുടിയാൻ നിൽക്കുന്ന ഒരു മതിലുണ്ടായിരുന്നു, അത് ഖബർ നന്നാക്കി കൊടുത്തു, കൂലിയൊന്നും വാങ്ങിയില്ല. വഅമ്മൽ ജിദാർ, ആ ചുമരുണ്ടല്ലോ, അതിന്റെ സ്ഥിതി എന്താണ്? ഫക്കാന, ആ ചുമരായിരുന്നു വലിയ ഗുലാമൈനി, രണ്ട് ആൺകുട്ടികളുടേതായി. ആ സ്ഥലം അവരുടേതായ, ചുമരുണ്ടായിരുന്ന സ്ഥലം അവരുടേതായി. യതീമൈൻ, ആ കുട്ടികളുടെ സ്ഥിതി എന്താണ്? യതീമുകളായ രണ്ട് കുട്ടികളായി. യതീം എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയെത്തുന്നതിന് മുമ്പേ ഉപ്പ മരിച്ചുപോയ കുട്ടിക്കാണ് എന്ത് പറയുക? യതീം. പ്രായപൂർത്തിയെത്തുന്നതിന് മുമ്പേ ഉപ്പ മരിച്ചവർക്കാണ് യതീം. പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞിട്ടുണ്ടല്ല യതീം. ചില വലിയ ആൾക്കാരുണ്ട് യതീമല്ല, ചെറിയ കുട്ടികളാണ് യതീം. പ്രായപൂർത്തി എത്തിയവർക്ക് യതീം എന്ന് പറയും. യതീമൈൻ, ആ ചുമര് രണ്ട് യതീമുകളായ കുട്ടികളുടേതായി. ഫിൽ മദീന, ആ മദീനയിൽ, അഥവാ ആ പട്ടണത്തിൽ, മദീന പട്ടണം. ഫിൽ മദീന. വകാന തഹ്തഹു, ആ ചുമരിന്റെ അടിയിലുണ്ടായിരുന്നു കൻസുൽ ലഹുമാ, ഒരു കെൻസ് ഉണ്ടായിരുന്നു. കെൻസ് നിധി ഉണ്ടായിരുന്നു. ലഹുമ, ആ രണ്ടുപേർക്കുമുള്ള ഒരു നിധി ആ ചുമരിന്റെ അടിയിലുണ്ടായിരുന്നു. വകാന അബൂഹുമ, അവരുടെ ഉപ്പയും വകാന അബൂഹുമ, ആ രണ്ടുപേരുടെ ഉപ്പയായിരുന്നു. അബൂഹുമ, ആ രണ്ടുപേരുടെ ഉപ്പായിരുന്നു സാലിഹായിരുന്നു മനുഷ്യനെ. മരിച്ചുപോയി. ഫഅറാദ റബ്ബുക, അതുകൊണ്ട് ഉദ്ദേശിച്ചു, റബ്ബുക, നിന്റെ റബ്ബ്, അയ്യബുലുഗ, ആ രണ്ട് കുട്ടികൾ എത്തണമെന്ന്. അശുദ്ധഹുമ, അവരുടെ അശുദ്ധ അവരുടെ ബുലുവ്, പ്രായപൂർത്തിയും ശക്തിയൊക്കെ എത്തണം, വലുതാവണമെന്ന് അള്ളാഹു ഉദ്ദേശിച്ചു. വലുതായി വയസ്തഖരിജ, ആ രണ്ട് കുട്ടികൾ അത് പുറത്തെടുക്കണമെന്ന്. കെൻസഹുമ, അവരുടെ രണ്ടുപേരുടെ നിധി അവർ പുറത്തെടുക്കണമെന്ന് റബ്ബ് ഉദ്ദേശിച്ചു. ഇത് പൊളിഞ്ഞു വീണാൽ ചിലപ്പോൾ അത് നടക്കൂല, അതുകൊണ്ട് അങ്ങനെ
ഖദർ അലൈഹി സ്വലാത്തു വസ്സലാം അത് നേരെയാക്കി കൊടുത്തു. എന്നിട്ട് ഖദർ പറയുന്നു വമാ ഫഅൽതുഹു അൻ അംരി, വമാ ഫഅൽതുഹു ഞാൻ ചെയ്തിട്ടില്ല ഇതൊന്നും അൻ അംരി എന്റെ ഇഷ്ടപ്രകാരം. ذلك تأويل ما لم تستطع عليه صبرا. ذلك അതാണ് തഅവീൽ. തഅവീൽ എന്ന് പറഞ്ഞാൽ വ്യാഖ്യാനം, വിവരം. മാലം എന്തെന്നാണോ ലം തസ്ത താങ്കൾക്ക് സാധിക്കാതിരുന്നത്, സബ്റൻ അലൈഹി സബ്റൻ ഏതെന്നാണോ താങ്കൾക്ക് സബ്ർ ചെയ്യാൻ കഴിയാതിരുന്നത്, ഈ 3 കാര്യങ്ങൾ എന്നോട് സബ്ർ ചെയ്യാന്ന് ചോദിച്ചല്ലോ, അതിന്റെ വിശദീകരണം ഇതാണ്. അപ്പൊ ഈ ആഴ്ചയിൽ കൂടി തെളിവുണ്ട് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണ് ചെയ്തിട്ടുള്ളത്. അള്ളാഹു സന്തുഷ്ട പ്രകാരം ചെയ്തതല്ല, അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചു. അള്ളാഹിന്റെ കൽപ്പന എന്താ അത് അനുസരിക്കണം. അപ്പൊ ഈ ആയത്ത് വഅമ്മൽ ജിദ ഖദർ പറയുന്നു ആ ചുമര കരടത് ഫകാന അൽഗുലാമൻ യതീമുകളായ 2 ആൺകുട്ടികൾ ഫിൽ മദീന നാട്ടിലുള്ള ആ പട്ടണത്തിൽ. വകാന തഹ്തഹു കൻസുൻ ലഹുമ അതിനടിയിൽ അവർക്ക് 2 പേർക്കുമുള്ള നിധിയുണ്ട്. വകാന അബൂഹുമാ സാലിഹ. ആരാ സാലിഹ്? അവരുടെ ഉപ്പയാണ് സാലിഹ്. ആ 2 കുട്ടികളെ കുറിച്ച് അള്ളാഹ് അങ്ങനെ പറഞ്ഞോ? ഇല്ല. അള്ളാഹു പറഞ്ഞിട്ടുള്ളത് ആരെ കുറിച്ചാണ്? അവരുടെ ഉപ്പാനാണ് സാലിഹ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അവരുടെ ഉപ്പ സാലിഹായതിന്റെ ഖൈർ ആർക്ക് കിട്ടി? മക്കൾക്ക് കിട്ടിയെന്നാണ്. അതുകൊണ്ടാണ് ഹിഷാം ഇബ്നു ഉർവ അല്ലെങ്കിൽ ഉർവ, രണ്ടിലൊരാൾ, ഉർവ ഇബ്നു സുബൈർ താബിഈൻ, ഹിഷാം അദ്ദേഹത്തിന്റെ മകനാണ് ഹിഷാം ഇബ്നു ഉർവ, രണ്ടിലൊരാൾ. അവര് തന്റെ മക്കളോട് പറയാറുണ്ടായിരുന്നു, നിനക്ക് വേണ്ടി ഞാൻ 2 റക്അത്ത് അധികം നിസ്കരിക്കും, നിനക്ക് വേണ്ടി ഞാൻ 2 റക്അത്ത് അധികം നിസ്കരിക്കും. എന്നാൽ എനിക്ക് അതിന്റെ ഖൈർ കിട്ടാൻ വേണ്ടി ഞാൻ 2 റക്അത്ത് അധികം നിസ്കരിക്കരുതെന്ന് ചെയ്യും. കാരണം അള്ളാഹു പറഞ്ഞു വകാന അബൂഹുമാ സാലിഹ, വകാന അബൂഹുമാ സാലിഹ. ആ 2 കുട്ടികളുടെ ഉപ്പ സാലിഹായിരുന്നു. അപ്പൊ നമ്മുടെ സൽപ്രവർത്തനങ്ങളുടെ ഖൈർ ഈ ലോകത്തും പരലോകത്തും ഇവിടെ മക്കൾക്കുണ്ടാവും എന്ന്, നമ്മുടെ കുടുംബങ്ങൾക്കുണ്ടാവും, നമ്മുടെ കീഴിലുള്ളവർക്കുണ്ടാകും എന്നത് ഈ ആയത്തിൽ സൂചനയുണ്ട്. എത്രത്തോളം ചില ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത് അബൂഹുമ എന്ന് പറഞ്ഞത് അവിടെ നേരെ ഉപ്പല്ല, മുമ്പ് തലമുറയിലുള്ളൊരു ഉപ്പയായിരുന്നു. സുബ്ഹാനല്ലാഹ്. കാരണം അബു എന്നത് നേരെ ഉപ്പാക്ക് മാത്രമല്ല, അതിന് മുകളിലുള്ളവർക്കും പ്രയോഗിക്കും. അത്രയുമുണ്ട് അമലു സാലിഹാത്തിന്റെ ഖൈർ. ഒരാൾ സാലിഹായിരിക്കുക, അള്ളാഹുവിനെ അനുസരിച്ച് അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുസരിച്ച് ജീവിക്കുക എന്നതിന്റെ ഖൈർ ത്രിബുൽ ഖൈറാൻ. ഇന്നഹു മൻ യത്തഖി വയസ്ബിർ ഫഇന്ന അല്ലാഹ ലാ യുദീഉ അജ്റൽ മുഹ്സിനീൻ. അള്ളാഹുവിനെ സൂക്ഷിച്ച് സബർ കൈകൊണ്ട് ജീവിച്ചാൽ അള്ളാഹു മുഹ്സിനുകളുടെ അമൽ വെറുതെ ആക്കി കളയുക. അള്ളാഹു അതിന് അസർ ഇഖ്ലാസോടെയാണ് നീ ഒരു അമൽ ചെയ്തിട്ടുള്ളത്, റബ്ബിന് വേണ്ടിയാണ് ചെയ്തിട്ടുള്ളത്. റബ്ബ് അതിന് ഈ ലോകത്തും പരലോകത്തും എൻ്റെ വറക്കത്തിന്റെ ഖൈർ തരിക തന്നെ ചെയ്യും. ആളുകൾ എന്ത് പറഞ്ഞോട്ടെ, ചിലപ്പോൾ അതിന്റെ ഖൈർ തലമുറകൾക്കായിരിക്കും അള്ളാഹു നീട്ടിവെച്ചിട്ടുള്ളത്, നമുക്കറിയില്ല. റബ്ബിന് വേണ്ടിയാണ് അമൽ റബ്ബ് സുബ്ഹാനഹു വ തആല വെറുതെ ആക്കുകയില്ല. ഈ ആയത്തിന്റെ തഫ്സീറിൽ പല ഉലമാക്കളും പറഞ്ഞു അവർക്ക് വെച്ച നിധി എന്ന് പറഞ്ഞാൽ സ്വർണത്തിന്റെ ഒരു ലൗഹായിരുന്നു. സ്വർണത്തിന്റെ ഒരു ലൗഹ് പറഞ്ഞ ഒരു ഫലകം, അതിൽ അവർക്ക് ചില ഉപദേശങ്ങളും എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പല ഉലമാക്കളും പറഞ്ഞിട്ടുള്ളത് അതിൽ എഴുതി വെച്ച കാര്യം ഇങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞാൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒന്നത് നിധിയാണ്, കാരണം അത് സ്വർണത്തിന്റെ ഫലകമാണ്. അത് ഇതിലെന്ത് എഴുതി വെച്ചാലും അത് സ്വർണ്ണമാണ്. സ്വർണത്തിന്റെ പ്രത്യേകത എന്താ? സ്വയം വിലയുള്ളതാണ് സ്വർണം വെള്ളി, സ്വയം വിലയുള്ളതാണ് സ്വർണവും വെള്ളി അതുപോലെ ഫിദ്ദ. ബാക്കി ഒന്നിനും എന്തില്ല, ബാക്കി കറൻസി സ്വയം വിലയില്ലല്ലോ. സ്വർണ്ണം അവിടെ വെച്ചതുകൊണ്ടാണ് അതിന് വിലയുണ്ട്. അതുകൊണ്ടാണ് 1000 നോട്ടൊന്നും ഇല്ലാന്ന് പറയുമ്പോൾ ഒന്നല്ലാണ്ടായി ഒരു കടലാസായി. എന്താണ് കാരണം? ഇത് സ്വർണത്തിനും വെള്ളിക്കുമാണ് സ്വയം വിലയുള്ളത്. അപ്പൊ സ്വർണത്തിൻ്റെതാണ് ആ ഫലകം. സ്വർണത്തിന് അതിൽ എഴുതി വെച്ചിരുന്നു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അജിബ്തു ലിമൻ യുഅ്മിനു ബിൽ ഖദരി കൈഫ യഹ്സൻ. അതിലൊന്നിങ്ങനെ എഴുതുന്ന അജമുണ്ട്. ഒരാളുടെ കാര്യം അജമാണ്. എന്താണ്? അവൻ ഖദറിൽ വിശ്വസിക്കുന്നു, പിന്നെ അവൻ സങ്കടപ്പെടാൻ. കൈഫ യഹ്സൻ, പിന്നെ അവനെന്ത് സങ്കടം? അപ്പോൾ ഒരാൾ ഖദറിൽ വിശ്വസിച്ചിട്ട് പിന്നെ അവൻ സങ്കടപ്പെട്ടാൽ അവന്റെ കാര്യം അത്ഭുതമാണ്. അതുപോലെ അജിബ്തു ലിമൻ യൂഖിനു ബിൽ മൗതി കൈഫ യഫ്റഹ്. ഒരു മരണത്തിൽ വിശ്വസിക്കുന്നു, പിന്നെ അവന് അമിതമായി സന്തോഷിക്കാൻ കഴിയും. പാടില്ലാത്തൊരു ഫറഹുണ്ട്, പാടില്ലാത്ത ഫറഹ്. അപ്പോ മുഅ്മിൻ അവന് പ്രയാസമുണ്ടായാൽ സബർ കൈക്കൊള്ളും, റബ്ബിനോട് ദുആ ചെയ്യും. ഖൈർ വന്നാൽ അവൻ റബ്ബിന് ശുക്ർ ചെയ്യും, അല്ലാഹുവിനോട് ദുആ ചെയ്യും. അതായിരിക്കും ഒരു മുഅ്മിന്റെ സ്വഭാവം. ഇത് പല റിവായത്തുകളിലും ഇങ്ങനെ
ഈ ഫലകത്തിൽ എഴുതിയിരുന്നു എന്ന് പല മുൻഗാമികളും പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു അഅലം. ഒരു നിധി അതായിരുന്നു എന്നാണ്. അങ്ങനെ ഇതാ ചില മുൻഗാമികൾ പറയുകയുണ്ടായി ഈ ആയത്തിന്റെ തഫ്സീറിൽ എന്താണ്, അവർ രണ്ടുപേരുടെ ഉപ്പാന്റെ സലാഹ് കൊണ്ടാണ്, അവരുടെ നന്മ കൊണ്ടാണ് അവർ രക്ഷപ്പെട്ടത്. വലം സലാഹ്, അവർ സാലിഹായിരുന്നു എന്ന് പറഞ്ഞിട്ടില്ല. അവർ സാലിഹാണെന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല. നമ്മൾ മനസ്സിലാക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല ചില മാതാപിതാക്കളുടെ ഖൈറുണ്ട്, അവരുടെ മക്കൾക്ക് ഖൈറുണ്ട്. ഖുർആനിൽ അല്ലാഹു പറഞ്ഞ കാര്യം സൂറത്ത് തൂർ, വല്ലദീന ആമനു വത്തബഅത്ഹും ദുർരിയ്യതുഹും ബിഈമാനിൻ അൽഹഖ്നാ ബിഹിം ദുർരിയ്യതഹും വമാ അലത്നാഹും മിൻ അമലിഹിം മിൻ ശൈഇ കുല്ലു ഇംറിഇൻ ബിമാ കസബ റഹീൻ. ഈമാനുള്ള ആളുകൾ അവരെ അല്ലാഹു സ്വർഗ്ഗത്തിലാക്കും. എന്നിട്ട് ഈമാനിൽ അവരെ പിന്തുടർന്ന അവരുടെ മക്കളെ അല്ലാഹു അവരുടെ കൂടെ ചേർത്തു സ്വർഗ്ഗത്തിൽ. മക്കൾക്ക് അത്രയൊന്നും അമലില്ല, പക്ഷെ എന്തിനു വേണ്ടി, ഉപ്പാന്റെ ഉമ്മാന്റെയും കണ്ണുകൂടി ഉറപ്പിക്കാൻ വേണ്ടി, അവർക്ക് അല്ലാഹു സ്വർഗ്ഗത്തിൽ പൂർണ്ണമായ സന്തോഷം കൊടുക്കാൻ വേണ്ടി ഇവരവരോട് ചേർത്ത് കൊടുക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യം, ചില മാതാപിതാക്കൾ അവർക്ക് പരലോകത്ത്, അവർക്ക് സ്വർഗത്തിൽ ചില പദവികൾ അവർ ചെയ്യാത്ത അമലിന് ഉയർത്തി കൊടുക്കും. സ്വർഗത്തിൽ മുന്തിയ പദവി അവർക്ക് കിട്ടും. അവർ ചോദിക്കും, അല്ലാഹുവേ എങ്ങനെയാണ് ഇത് എനിക്ക് കിട്ടിയത്? അപ്പോൾ അവരോട് മറുപടി പറയുന്നത് എന്താണ്, ബിസ്തിഗ്ഫാരി വലദിക ലക്, ഇതിന്റെ സന്താനം നിനക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തിയത് കൊണ്ടാണ്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലാഹു അവന്റെ മഹത്തായ ഫദ്ല് കൊണ്ട് ഇങ്ങനെ നൽകും എന്നാണ്. അത് അല്ലാഹുവിന്റെ മഹത്തായ ഫദ്ലാണ്. ഇതാണ് യഥാർത്ഥത്തിൽ ഈ സംഭവിച്ചിട്ടുള്ളത്, ഖദർ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സംഭവം. ഇനി നമ്മൾ മനസ്സിലാക്കുക, വളരെ ചുരുക്കി പറയാൻ ശ്രദ്ധിക്കുക. ഖദറിന്റെ സംഭവം ഇവിടെ തീരുന്നു. ഖദർ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് ഖദർ ആയിരുന്നില്ല. ഖദർ എന്നുള്ളത് ഒരു ലഖബാണ്, ഒരു വിളിപ്പേരാണ്. എന്താണ് കാരണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമാ സുമ്മിയൽ ഖദർ, ഖദർ എന്ന പേര് വന്നത് ലിഅന്നഹു ജലസ അലാ ഫർവ. ഖദർ ഒരു ഉണങ്ങിയ ചില ജന്തുക്കൾ, ഒരു ഉണങ്ങിയ ചെടികളുടെ മുകളിൽ ഇരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ ഫഇദാ ഹിയ തഹ്തസ്സു ഖദറാ, അപ്പോൾ അത് ആ ചെടി നല്ല പച്ചയുള്ളതായിരിക്കും. ഇങ്ങനെ ചില അത്ഭുത സംഭവങ്ങൾ അല്ലാഹു അദ്ദേഹത്തിലൂടെ പ്രകടമാക്കിയിരുന്നു. അതുകൊണ്ടാണ് ഖദർ എന്ന പേര് വെച്ചത്. അത് ഉണങ്ങിയ പച്ചയാണ് അദ്ദേഹത്തിന്റെ ശരീരം തട്ടിയപ്പോൾ. പേര് അല്ലാഹു അഅലം. ചില മുൻഗാമികൾ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ പേര് ബലിയ ഇബ്നു മൽക്കാൻ എന്നായിരുന്നു. ബലിയ ഇബ്നു മൽക്കാൻ അല്ലാഹു. ഇനി വേറൊരു ഖദർ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് ഉള്ള ഒരു അഭിപ്രായമാണ്, അദ്ദേഹം ഖിയാമത്ത് നാൾ വരെ അള്ളാഹു ആയുസ് കൊടുത്തിട്ടുള്ള ആളാണ് എന്ന്. അങ്ങനെ ഒരു ഖൗൽ ഉണ്ട്. യഥാർത്ഥത്തിൽ അത് തെറ്റാണ്, സഹീഹല്ല, അത് തെറ്റായ ഖൗലാണ്. പല തെളിവുകൾ അതിന് തെറ്റാണ്, പല തെളിവുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമാ ജഅൽനാ ലിബശരിൻ മിൻ ഖബ്ലികൽ ഖുൽദ് അഫഇൻ ഇത്തബഹുൽ ഖാലിദൂൻ. താങ്കൾക്ക് മുമ്പ് ഒരു ആൾക്കും നാം ഖുലൂദ്, ശാശ്വത ജീവിതം കൊടുത്തിട്ടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അപ്പൊ അതിൽ ഉറപ്പാണ് ഖബർ അതിലില്ല. ഈസ അലൈഹി സ്വലാത്തു വസ്സലാമായിട്ട് തുടർന്ന് ദുനിയാവിലല്ല, അള്ളാഹു മുകളിലേക്ക് ഉയർത്തിയതാണ്. ബറഫഅഹു അല്ലാഹു ഇലൈഹി, അള്ളാഹു അവനിലേക്ക് ഉയർത്തിയിരിക്കുന്നു. ശരീരത്തോടെ റൂഹോടെ ഉയർത്തിയിരിക്കുന്നു. ഖിയാമത്ത് നാൾ അടുപ്പിച്ച് ഇൻഷാ അല്ലാഹ് ഇറങ്ങി വരും. അതുപോലെയല്ല ഖദർ അലൈഹി സ്വലാത്തു വസ്സലാം ഭൂമിയിലുള്ള ആളാണെന്നാണ് പറയുന്നത്. അപ്പൊ ഈ ആയത്തിന്റെ പരിധിയിൽ പെടും. അതുപോലെ വേറെ ഒരു തെളിവ് വന്നിട്ടുള്ളത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുകയുണ്ടായി, ഒരു രാത്രി റസൂലുള്ള പറഞ്ഞു, അറഅയ്തകും ലൈലതകും ഹാദിഹി, ഈ രാത്രി നിങ്ങൾ കണ്ടോ? ഫഇന്ന റഅസ മിഅതി സനതിൻ മിൻഹാ ലാ യബ്ഖാ മിമ്മൻ ഹുവ അലാ ളഹ്രിൽ അർദി അഹദുൻ. ഇന്ന് തൊട്ട് 100 കൊല്ലം ആയാൽ, ഇന്ന് തൊട്ട് കൂട്ടി 100 കൊല്ലം ആയാൽ ഇന്ന് ഭൂമിയിലുള്ള ഒരാളും ജീവിച്ചിട്ടുണ്ടാവില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹാബത്തൊക്കെ ഇത് കേട്ടപ്പോൾ പേടിച്ചുപോയി. അവർ വിചാരിച്ചു ഖിയാമത്ത് നാളാകുന്നു. പക്ഷെ 100 വർഷമായപ്പോൾ അവർക്ക് മനസ്സിലായി, കാരണം പിന്നീടുള്ള ആളുകൾക്ക് മനസ്സിലായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചാണ്. അന്ന് രാത്രി ആര് ജീവിച്ചിട്ടുണ്ടോ, അന്ന് ജനിച്ച കുട്ടിയാണ് ശരി, 100 കൊല്ലമായ അവങ്ങൾക്കും മരിച്ചിട്ടുണ്ടാവും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിന്റെ മുത്തഫഖുൻ അലൈഹി ഹദീസാണ്. അപ്പൊ ഈ ഹദീസിന് തെളിവുണ്ട്. ഖദർ ഇപ്പോൾ അന്ന് ജീവിച്ചിരിപ്പുണ്ടെന്ന് കൂട്ടിക്കോ, അന്ന് വരെ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ തന്നെ 100 വർഷം കൊണ്ട് വഫാത്തായിട്ടുണ്ടാവും. അപ്പൊ വേറെ ചില ആളുകൾക്ക് ചില സംശയം ഉണ്ടാകും. ഫിറഔനല്ല, ദജ്ജാൽ, മസീഹുൽ ദജ്ജാൽ, അവനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. തമീമുദ്ദാരി കണ്ടിട്ടുണ്ട് ഒരു കടലിൽ, ഒരു പ്രത്യേക ദ്വീപിൽ
ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ട് മസീഹ് ദജ്ജാൽ ഉണ്ട് എന്നത്. അല്ലാഹു അലം നമുക്ക് മനസ്സിലാകുന്നത് മസീഹ് ദജ്ജാൽ ഈ പറഞ്ഞതിൽ നിന്ന് ഒഴിവാണ്. ഖിയാമത്ത് നാളെ വരാനായിട്ട് അതിന് തെളിവുണ്ട്, ഹദീസിൽ തെളിവുണ്ട്. അതുകൊണ്ടാണ്. പിന്നെ ഒരു സംശയം യഅ്ജൂജ് മഅ്ജൂജ് ഇൻഷാ അല്ലാഹ് ഈ സൂറത്തിൽ നിങ്ങൾ പറയും. യഅ്ജൂജ് മഅ്ജൂജിനെ കുറിച്ച് ഖുർആനിൽ അല്ലാഹു പറഞ്ഞതാണ്. യഅ്ജൂജ് മഅ്ജൂജ് ആകട്ടെ അത് ഒരാളല്ല, ഒരാളോ രണ്ടാളല്ല, അതൊരു കൂട്ടം ആളുകളാണ്. അവരിങ്ങനെ നമ്മളെ പോലെ ജീവിക്കുകയും ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. തനാസുലുണ്ട്. അപ്പൊ അവർക്ക് ഈ ഹദീസ് ബാധകമാണ്. പക്ഷേ ദജ്ജാൽ ബാധകമല്ല. ദജ്ജാൽ ഖിയാമത്ത് നാള് ആകുമ്പോൾ പുറത്തേക്ക് വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അവനുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞു. അപ്പൊ ഖദർ ഈ ഹദീസ് പ്രകാരം ഉണ്ടെങ്കിൽ തന്നെ 100 വർഷമാകുമ്പോഴേക്കും വഫാത്തായിട്ടുണ്ട്. അതുപോലെ വേറെ ചില തെളിവുകൾ ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിന്റെ തലേന്ന് ദുആ ചെയ്ത ദുആ. ബദറിന്റെ തലേന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തത് അല്ലാഹുമ്മ ഇൻ തഹ്ലിക ഹാദിഹി അൽഇസാബ ലാ തുഅബദ് ഫിൽ അർദ്. അല്ലാഹു ഈ സംഘം നശിച്ചിട്ടുണ്ടെങ്കിൽ നാളെ കൊല്ലപ്പെട്ടാൽ പിന്നെ ഭൂമിയിൽ നിന്ന് ആരും ഇബാദത്ത് ചെയ്യൂല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആയിൽ പറഞ്ഞു. ആ ഹദീസിലും തെളിവുണ്ട്. എന്ത്? ഖദർ നേരത്തെ മരിച്ചിട്ടുണ്ട്. കാരണം ബദറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഴുവൻ കൊല്ലപ്പെട്ടാലും ഖദർ ബാക്കിയുണ്ടല്ലോ. ഖദർ അല്ലാഹു ഇബാദത്ത് ചെയ്യൂലേ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കാം വേറെ ആരുമില്ല എന്ന്. ഈ സംഘം മരിച്ചാൽ പിന്നെ നിന്നെ ഇബാദത്ത് ചെയ്യാൻ വേറെ ആരുമില്ല. കാരണം ഖദർ അലൈഹി സ്വലാത്തു വസ്സലാം നബിയോട് കൂടെ ആ ബദറിൽ പങ്കെടുത്തിട്ടില്ല. ഒരു തെളിവുമില്ല ബദറിലോ വേറെ ഏതെങ്കിലും യുദ്ധങ്ങളിലോ റസൂലുള്ളാഹിയുടെ ഖദർ വന്നിട്ടുണ്ടെന്നുള്ളത്. അതുപോലെ ഖദർ മരിച്ചിട്ടുണ്ട് എന്നുള്ളതിനുള്ള വേറൊരു തെളിവ് എന്താണ്? ഒരിക്കൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതകാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് വരികയോ റസൂലുള്ളാഹിനെ സന്ദർശിക്കുകയോ ചെയ്തതായി ഒരു ഹദീസിൽ വന്നിട്ടില്ല. റസൂലാകട്ടെ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മൂസാ നബി ഇന്ന് വന്നിട്ടുണ്ടെങ്കിലും മൂസാ നബി എന്ത് ചെയ്യണം? എന്നെ ഇത്തിബാഅ് ചെയ്യണം, എന്നെ പിൻപറ്റണം, റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് വരണം. തൗറാത്തിന്റെ ഒരു കഷ്ണം ഉമർ റളിയല്ലാഹു അൻഹു എടുത്ത് കണ്ടപ്പോഴാണ് റസൂൽ ഇത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഖദർ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ റസൂലുള്ളാഹിന്റെ കാലത്ത് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് വരാതിരിക്കും. അപ്പൊ ഈ പറയപ്പെട്ട ഒരുപാട് തെളിവുകൾ ഇതെല്ലാം കൊണ്ട് വ്യക്തമാണ്. ഖദർ അലൈഹി സ്വലാത്തു വസ്സലാം പഴയകാല അമ്പിയാക്കളെ പോലെ മരണപ്പെട്ടിട്ടുണ്ട്, വഫാത്തായിട്ടുണ്ട്, ജീവിച്ചിരിപ്പില്ല. അപ്പൊ ഖദർ അലൈഹി സ്വലാത്തു വസ്സലാം സൂഫികൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പല കള്ളക്കഥകൾ അവർ പറയും. അവരുടെ റാത്തീബിന്റെ മജ്‌ലിസുകളിൽ അവരെ ഇങ്ങനെയുള്ള ബിദ്അത്തുകളുടെ മജ്‌ലിസുകളിൽ ഖദർ അലൈഹി സ്വലാത്തു വസ്സലാം വന്നത് ശൈത്താനായിരിക്കും ഖദറാന്ന് പറഞ്ഞത്. കാരണം ഈ ബിദ്അത്തിന്റെ ശിർക്കിയാത്തുകളുടെ സദസ്സിൽ ശൈത്താനാണ് ഉണ്ടാകുക. ശൈത്താൻ നമുക്ക് ആവേശം ഉണ്ടായിക്കോളും. നമ്മൾ കണ്ടിട്ടില്ലേ ദിക്റുകളിൽ ചാടുന്നത് എത്ര സമയം? നമുക്ക് സാധാരണ ഒരു മനുഷ്യർക്ക് അങ്ങനെ ചാടാൻ കഴിയും. ഇത് ശൈത്താൻ കയറി ചാടുന്നതായിരിക്കും. അപ്പോ ഖദർ അലൈഹി സ്വലാത്തു വസ്സലാം വഫാത്തായിരിക്കും. അള്ളാഹുവിന്റെ അമ്പിയാക്കളെ പോലെ വഫാത്തായ നബിയാണ് ഖദർ അലൈഹി സ്വലാത്തു വസ്സലാം. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് നാളെ പറയാം. والله تعالى أعلم وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله.